കോവിഡ് അനന്തര കാലത്ത് ബ്യൂറോക്രസി എങ്ങോട്ട് എന്ന മലയാള മനോരമയുടെ വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള മനോരമയ്ക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രഗത്ഭ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി മലയാള മനോരമയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇങ്ങനെ സമയോചിതമായ ഒരു വെബിനാർ സംഘടിപ്പിച്ചതിന് മലയാള മനോരമയോട് നമ്മുടെ കൃതജ്ഞതയും ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരുടെ ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതത് മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെ പറ്റി അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചില ആശയങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വെബിനാറിന്റെ ഉദ്ദേശം. ആത്യന്തികമായി ഈ വെബിനാറിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഭരണ നിർവഹണം ഒന്നാമത്. ആ ഭരണ നിർവഹണത്തിൽ ബ്യൂറോക്രസിയുടെ പങ്ക് പുനർനിർവചിച്ച് ബ്യൂറോക്രസിക്ക് കാലാകാലങ്ങളിൽ ബ്യൂറോക്രസി കേട്ടിട്ടുള്ള അത്ര നല്ലതല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മാറ്റി ബ്യൂറോക്രസിയെ കാലോചിതമായി പരിഷ്കരിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഭരണനിർവഹണം ഭംഗിയാക്കാനും ആളുകൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ സമയത്തിന് കിട്ടാനും എല്ലാമുള്ള തരത്തിൽ ഭരണനിർവഹണം എന്നത്, ഗവർണൻസ് എന്നത് ബ്യൂറോക്രസി മാത്രമല്ല. അതിനകത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ബ്യൂറോക്രസികൾ, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ, ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന യന്ത്രം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രീ എസ്.എം. വിജയാനന്ദ് മുൻ ചീഫ് സെക്രട്ടറിയാണ്. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പറ്റിയും അധികാര വികേന്ദ്രീകരണത്തെ പറ്റിയും ഒക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും പരിചയവുമുള്ള ശ്രീ വിജയാനന്ദ്. അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്രീ V.P.Joy കേരള കാഡർ ഓഫീസറാണ്. ശ്രീ V.P.Joy സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമ്മുടെ IT സെക്രട്ടറി ശ്രീ ശിവശങ്കറാണ്. സുപരിചിതനാണ്. ശിവശങ്കറും ഈ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. മറ്റൊന്ന് ഡോക്ടർ അശോക്. അശോക് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വെറ്റിനറി സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറാണ്. കൽപ്പനായ ഭരണാധികാരിയാണ്. ശ്രീ അശോക് മൗലികമായ ചിന്തകൾ കൊണ്ട്, എഴുത്തുകൊണ്ടും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ശ്രീ അശോക്. മറ്റൊന്ന് NGO അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ K.Jayakumar. അതുപോലെ തന്നെ ശ്രീ E.Premkumar NGO യൂണിയന്റെ ശ്രീ പ്രേംകുമാറിന്റെയും സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. അവരെയും ഞാൻ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊന്ന്, എല്ലാത്തിനും നിയമപരമായിട്ടുള്ള അടിത്തറയുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളെ എല്ലാവരും ചെയ്യാനായി ശ്രീ ഹരീന്ദ്രനാഥ്, ഫോമർ ലോ സെക്രട്ടറി ആൻഡ് സെഷൻസ് ജഡ്ജ്, അദ്ദേഹവും വെബിനാറിൽ പങ്കെടുക്കും. മറ്റൊന്ന് ശ്രീ ശ്രീനിവാസൻ. അദ്ദേഹം ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ നിന്നാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ചീഫ് ഡിജിറ്റൽ ഓഫീസറാണ്. അദ്ദേഹവും ഈ ആധുനിക കാലത്തിന്റെ ടെക്നോളജികളുമായി വളരെ പരിചയമുള്ള ശ്രീനിവാസൻ. തിരുവനന്തപുരത്തുകാരനാണ്. T.P. ശ്രീനിവാസന്റെ മകനാണ്. മറ്റൊന്ന് ലക്നൌവിൽ നിന്ന്, കേരളക്കാരിയാണെങ്കിലും ലക്നൌവിലെ UP കാഡറിലെ റോഷൻ ജേക്കബ് IAS ഓഫീസറാണ്. അവിടുത്തെ ഇപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജിയുടെ സെക്രട്ടറിയും ഡയറക്ടറുമാണ്. ഭരണ നിർവഹണ രംഗത്ത് ഒരുപാട് നൂതനാശയങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ റോഷൻ ജേക്കബ് പങ്കെടുക്കുന്ന സന്തോഷം. കവി കൂടിയാണെന്നാണ് എന്റെ ഓർമ്മ. പുസ്തക പ്രകാശനത്തിന്റെ ഓർമ്മയും എനിക്കുണ്ട്. റോഷനെയും ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. അവരെയും ഞാൻ ഈ അർത്ഥപൂർണമായ വെബിനാറിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 5 മിനിറ്റ് ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് വളരെ ലഘുവായി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ബ്യൂറോക്രസിയെ പറ്റി നല്ല അഭിപ്രായം പറയുന്നവർ കുറവാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്താലും മിക്കവാറും മോശപ്പെട്ട അഭിപ്രായമാണ് ബ്യൂറോക്രസിയെ പറ്റി. കാരണം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നൊരു വാക്ക് മാത്രമേ മലയാള പദാവലിയിലുള്ളൂ. സൽപ്രഭുത്വം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. അത് പോകട്ടെ. എന്താണ് ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ? ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? എന്താണ്? വളരെ പെട്ടെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത്. ഒന്ന്, ആ ബ്യൂറോക്രസി ഭരണ സംവിധാനം പ്രവർത്തിക്കുന്ന ചട്ടങ്ങളും അതിന്റെ നിയമപരമായിട്ടുള്ള സംവിധാനം. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ചട്ടങ്ങൾ മോശമാണെങ്കിൽ നമ്മുടെ പ്രവർത്തനവും മോശം. അല്ല, ചട്ടങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ തെറ്റായ വ്യാഖ്യാനം വഴി ചട്ടത്തെ നമുക്ക് മോശമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചട്ടങ്ങൾ 2, അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചട്ടങ്ങൾ, നിയമം. മറ്റൊരു പിന്നെ പ്രസിഡൻസ്. അങ്ങനെ ഒരുപാട് ഇതിനകത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതേസമയം മറ്റൊന്ന് മനോഭാവങ്ങളാണ്. ഈ 2 കാര്യങ്ങളാണ്, ചട്ടങ്ങൾ അതുപോലെ തന്നെ മനോഭാവം. നിലവിലുള്ള ചട്ടങ്ങൾ മോശമാണെന്ന് നമ്മൾ പറഞ്ഞാലും ആ മോശമായ ചട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഭംഗിയായി പ്രവർത്തിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോ ചട്ടങ്ങൾ മാത്രമല്ല, വ്യക്തികളുടെ, ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിലാണ് കാര്യമിരിക്കുന്നത് എന്നതാണ്
ബ്യൂറോക്രസി നന്നാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം. മറ്റൊന്ന് ഈ ഡിലേ ഇൻ ഇനാക്ഷൻ. ഒരു കാര്യം ചെയ്യാതിരുന്ന ഒരു ദോഷം ആർക്കും വന്ന ചരിത്രമില്ല. ജോലി ചെയ്യാത്തതിന് ആരെയും ശിക്ഷിച്ചതായിട്ട് വളരെ വളരെ ചെറിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ എന്തെങ്കിലും ജോലി ചെയ്ത് അതിനകത്തൊരു പിഴവ് വന്നാൽ വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ബ്യൂറോക്രസിയിലുള്ളവർക്ക് ഒരു വലിയ ഡിറ്ററന്റ് ആണ്. അപ്പോൾ ജോലി ചെയ്യാതിരിക്കുന്നതാണ് സുരക്ഷിതം എന്നൊരു പാഠം അതിനകത്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് സാധാരണ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഒരു ഈഥോസ് ആയിട്ട് നിർഭാഗ്യവശാൽ വികസിച്ച് വന്നിട്ടുണ്ട്. വെറുതെ വിജിലൻസ് അന്വേഷണം നേരിടേണ്ടതില്ലല്ലോ. ഇവിടെ മറ്റൊരു കാര്യം, വിജിലൻസ് അല്ലെങ്കിൽ അന്വേഷണം, ശിക്ഷണ നടപടി, അതുപോലെ മറ്റു നിയന്ത്രിക്കുന്ന രണ്ട് അതിർത്തികൾ. ഒന്ന് ഈ ശിക്ഷണ നടപടികളെ പറ്റിയും വിജിലൻസ് അന്വേഷണത്തെ പറ്റിയുള്ള ഭയം. രണ്ട്, ഓഡിറ്റ് ഒബ്ജക്ഷനെ പറ്റിയും. ഓഡിറ്റാണ് വേറൊരു വലിയ ഭീഷണി. നമുക്കറിയാം ബ്യൂറോക്രസിയിൽ നമ്മുടെ ഒരു അദൃശ്യ ഭീഷണിയായിട്ടുള്ളത് എപ്പോഴും ഓഡിറ്റാണ്. എന്ത് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആകുമോ എന്ന്. ഓഡിറ്റിനെ പറ്റി ഞാൻ സമഗ്രമായി പറയാൻ സമയമില്ല. പക്ഷെ ഓഡിറ്റുകാർക്ക് ഇഷ്ടമുള്ള ഒരു പദപ്രയോഗമുണ്ട്, അഗ്ലി ഹേസ്റ്റ്. ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിന് പറയും അഗ്ലി ഹേസ്റ്റ്. വളരെ പെട്ടെന്ന് ചെയ്തു, അപ്പൊ അത് ഹേസ്റ്റ് ആണ്, അഗ്ലിയാണ്. അഗ്ലി ഹേസ്റ്റിന്റെ വിപരീത പദം എന്താണ്? ബ്യൂട്ടിഫുൾ ഡിലേ. അതാണ് ബ്യൂറോക്രസി പരിപാലിച്ചു കൊടുക്കുന്നത്. If I have done something is ugly haste ആണെങ്കിൽ I will practice beautiful delay. അതുകൊണ്ടാണ് ബ്യൂറോക്രസിക്കകത്ത് ഡിലേ വരുന്നതിന് കാരണം. ആവശ്യമില്ലാത്ത അന്വേഷണങ്ങളെ പറ്റിയുള്ള ഭയം. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുമോ, എന്റെ ശിഷ്ട ജീവിതം മുഴുവൻ ഈ കേസ് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനാക്ഷൻ ബിക്കംസ് ദ പ്രിഫേർഡ് കോഴ്സ് ഓഫ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ആക്ഷൻ. അതാണ് ബ്യൂറോക്രസിയെ ബാധിച്ചിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുക. ഉണ്ടാവാം. രണ്ട് പോയിന്റുകൾ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ടെക്നോളജിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. ടെക്നോളജി ഡിറ്റർമിൻസ് എവരിതിങ്. ടെക്നോളജിയുടെ സാധ്യതകൾ വളരെ വലുതാണ്. പക്ഷേ ടെക്നോളജി ആഫ്റ്റർ ഓൾ ഈസ് ഓൺലി എ ടൂൾ. ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള നിലപാടുകൾ, മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടായില്ല എങ്കിൽ ടെക്നോളജി കൊണ്ട് വളരെ പരിമിതമായ നേട്ടങ്ങളെ ഉണ്ടാകും. ടെക്നോളജി ഉപയോഗിച്ച് ബ്യൂറോക്രസി തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശിവശങ്കർ, റോഷൻ, ജേക്കബ് എന്നിവരെല്ലാം ടെക്നോളജിയെ വളരെ ഭംഗിയായി ഉപയോഗിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ സേവനങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിന്റെ കഴിവനുസരിച്ചിട്ടുള്ള സേവനം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ടെക്നോളജി ഈസ് ഓൺലി എ ടൂൾ. നമ്മുടെ കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുമല്ലോ ചില കമ്പ്യൂട്ടർ. പറഞ്ഞത് നമ്മുടെ മൈൻഡ് ഹാങ് ആയാൽ പ്രോഗ്രാം ഡസന്റ് റെസ്പോണ്ട് എന്നാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മനസ്സുമായി ആണ് നമ്മൾ ടെക്നോളജിയെ സമീപിക്കുന്നതെങ്കിൽ ടെക്നോളജി തോറ്റു പിൻവാങ്ങുകയേ ഉള്ളൂ എന്നുള്ളത്. ഇനി കോവിഡ് അനന്തര കാലം നമ്മളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് രാജ്യം. നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് എക്കണോമിക് ഗ്ലോ അതാണ് നമ്മളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ മാറുന്ന സാഹചര്യത്തിൽ ടെക്നോളജിക്കൽ ഓപ്ഷൻസ് ഇത്രയെല്ലാം ഉള്ള സാഹചര്യത്തിൽ 21ാം നൂറ്റാണ്ടിന്റെ പുതിയ സാധ്യതകളെല്ലാം ഉള്ളപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും എല്ലാം പഴയപടി തന്നെ ഫയല് തുറന്ന് ജോലി ചെയ്ത് നോട്ട് എഴുതി കുറയിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന രീതി നമുക്ക് ഇനി ഭൂഷണമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. മാറണം, മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കില്ല. ആദ്യമായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന ആവശ്യം അംഗീകരിക്കണം. എന്നിട്ട് വേണം എങ്ങനെ മാറണം എന്നുള്ളത്. എല്ലാവരും എങ്ങനെ മാറണം എന്നുള്ളതിനെ പറ്റി ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. മാറണമോ മാറേണ്ടതില്ലയോ എന്നൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. മാറുമ്പോൾ ഏത് തരത്തിൽ മാറണം? ഒന്ന്, ബ്യൂറോക്രാറ്റ്സ് മാത്രം വിചാരിച്ചാൽ മാറാൻ സാധിക്കുകയില്ല. അവർ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം മാറണം. വിശ്വാസം ഉണ്ടാവണം. ഇപ്പൊ എന്താണ്? ഫിയർ ഓഫ് ദി അബദ്ധങ്ങൾ പറ്റുമോ എന്നുള്ള ഫിയർ. പിന്നെ ഫിയർ ടു ഡെലഗേറ്റ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫിയർ ടു ഡെലഗേറ്റ്. നമ്മൾ ഡീസെൻട്രലൈസേഷന്റെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കീഴ് ജീവനക്കാരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ എല്ലാം ഇങ്ങനെ നിയന്ത്രിക്കുവാനുള്ള നമ്മുടെ ഒരു മനോഭാവമുണ്ട്. പിന്നെ മുകളിലുള്ളവർ തീരുമാനിച്ചോട്ടെ എന്ന് താഴെയുള്ളവർ വിചാരിക്കുമ്പോൾ നമ്മുടെ നടപടിക്രമങ്ങൾ വീണ്ടും ഈ നടപടികൾ മാറ്റുന്നതിനും ചട്ടങ്ങൾ മാറ്റുന്നതിനും മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിനും ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർ, പിന്നെ സർവീസ് സംഘടനകള് ബ്യൂറോക്രസിയുടെ പരിഷ്കരണത്തിൽ അവരുടെ അവകാശങ്ങളെ പറ്റി മാത്രമല്ല ബ്യൂറോക്രസിയുടെ മനോഭാവങ്ങളിലുള്ള ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു രാസത്വരകമായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഉണ്ടാവുമെന്ന് പിന്നെ നോൺ പെർഫോമൻസ്, ജോലി ചെയ്യാതെ ഇങ്ങനെ സമയം കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല.
അത് ഇനിമേൽ സാധ്യമല്ല. ബ്യൂറോക്രസി അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ് അല്ലെങ്കിൽ നോൺ പെർഫോമൻസിന് ശിക്ഷ ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകണ്ടേ? പ്രവർത്തിക്കുന്നവന് പീഡനം, നിഷ്ക്രിയന് സമാധാനം എന്ന അവസ്ഥ മാറാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ലാസ്റ്റ് പോയിന്റ്, ഈ ഇത്തരത്തിലുള്ള സുതാര്യത നഷ്ടപ്പെടും. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യാൻ ബാധ്യത, അങ്ങനെയുള്ള സുതാര്യത സമൂഹത്തിന് മുമ്പാകെ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അഴിമതി ഭരണ സംവിധാനത്തിൽ കാണുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, പുതിയ മനോഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്യൂറോക്രസിയെ അക്കൗണ്ടബിൾ ആക്കണം, സുതാര്യമാക്കണം, കാര്യക്ഷമമാക്കണം. ഈ കാലഘട്ടത്തിന്റെ പേസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും സാധാരണക്കാരന് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഫലപ്രദമായ ഉപകരണമായി മാറ്റുവാനും ഉള്ള നിർദ്ദേശങ്ങൾ ഈ വെബിനാറിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഒരു ചർച്ചയ്ക്കുള്ള ഒരു പ്രാഥമിക രേഖയായി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ കൂടുതൽ സംസാരിച്ചു. നമുക്ക് അടുത്ത പാർട്ടിസിപ്പന്റിലേക്ക് പോകുന്നതിന് മുമ്പ് V.P.Joy ഡൽഹിയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് 10:30 മണിക്ക് ക്യാബിനറ്റ് സെക്രട്ടറി മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ലൈവായിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തത്. സോ വി വിൽ ലിസൺ ടു ദി വീഡിയോ ക്ലിപ്പിംഗ് ഓഫ് V.P.Joy. You can please. ഇപ്പോൾ നമ്മുടെ രാജ്യവും ലോകമെമ്പാടും തന്നെ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ മഹാമാരിയെ നേരിടുവാനായിട്ട് ഇത്രയുമെങ്കിലുമൊക്കെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ അതിനെ നേരിടുവാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സാങ്കേതികമായി ഉണ്ടാക്കിയ പല നവീകരണം കൊണ്ടും പല മുന്നേറ്റങ്ങൾ കൊണ്ടും ഒക്കെയാണ്. മൊബൈലിന്റെ രംഗത്തും ഇന്റർനെറ്റിന്റെ രംഗത്തും അതുപോലെ തന്നെ ആശയവിനിമയ രംഗത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗത്തും നമ്മുടെ രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടം കൊണ്ട് നമുക്ക് ഈ കോവിഡിന്റെ സമയത്ത്, ഈ ദീർഘമായ ലോക്ക്ഡൌണിന്റെ സമയത്തും അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ രീതിയിൽ ഇതിനെ കോവിഡിനെ ഒരു അവസരമാക്കിക്കൊണ്ട് എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാം എന്നതാണ് നമ്മുടെ ഈ ഇന്നത്തെ ചിന്താവിഷയം. മറ്റെല്ലാ രംഗത്തും എന്നതുപോലെ കോവിഡ് ഗവൺമെന്റിന്റെ രംഗത്ത്, ഗവേണൻസിന്റെ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. കോവിഡ് ലോകം, കോവിഡിന് ശേഷമുള്ള ലോകം അതിന് മുമ്പത്തെ ലോകത്തിൽ നിന്നും പല രീതിയിൽ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ കോവിഡ് ഉണ്ടാകാൻ പോകുന്നത് ഗവൺമെന്റിന്റെ തലത്തിൽ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേ, ഗവൺമെന്റ് കൂടുതൽ സാങ്കേതിക സൗഹൃദ ഗവൺമെന്റ് ആയിട്ടും അതുവഴി കൂടുതൽ പൗരന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന രീതിയിൽ ഭരണം നൽകുന്ന ഗവൺമെന്റ് ആയിട്ടും മാറാനുള്ള വലിയ ഒരു വഴിയാണ് നമുക്കിപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സാങ്കേതിക വിദ്യയുടെ ഗുണം കൊണ്ട് പല ഗവൺമെന്റ് കൊടുക്കുന്ന പല സൗകര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗവൺമെന്റ് ബിസിനസ് സൗഹൃദമാവും. പക്ഷെ ബിസിനസ് സൗഹൃദം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഗവൺമെന്റുകളെല്ലാം വളരെ പ്രധാനമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബിസിനസ് സൗഹൃദമായാൽ മാത്രം പോരാ, ഗവൺമെന്റ് ബിസിനസ് സൗഹൃദമാവുന്ന പോലെ തന്നെ കൃഷി സൗഹൃദവും അതുപോലെ തന്നെ സേവന സൗഹൃദവും അതുപോലെ എല്ലാ രംഗത്തും ഗവൺമെന്റ് ആ സൗഹൃദം, ജനങ്ങളുമായിട്ടുള്ള സൗഹൃദം വളർത്തിയെടുക്കണം. ഓൺലൈനായിട്ട് മൊബൈലിൽ ഒക്കെ വളരെ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭിക്കുമെങ്കിൽ ബിസിനസ് തുടങ്ങാൻ എളുപ്പമാവും, കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എളുപ്പമാവും. അതുപോലെ തന്നെ സേവനങ്ങളെല്ലാം പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് സമയനഷ്ടവും വെറുതെയുള്ള പാഴ്ചിലവും എല്ലാം പൊതുജനങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെന്റ് സേവനങ്ങളെല്ലാം മൊബൈലിൽ അതുപോലെ ഓൺലൈനിൽ കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ അങ്ങനെ വന്നാലേ നമുക്കിപ്പോ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡിന്റെ കൂടെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ഈ സാമ്പത്തിക ആയിട്ട് വരുന്ന നഷ്ടം, നമ്മുടെ വളർച്ചാ നിരക്കിന്റെ കുറവ്, ഇതെല്ലാം നേരിടുവാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവൺമെന്റ് കൂടുതൽ നവീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ സേവനങ്ങൾ മൊബൈൽ വഴിയും അതുപോലെ കമ്പ്യൂട്ടർ ഓൺലൈൻ വഴിയൊക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഈ കോവിഡിന്റെ ഈ കാലഘട്ടം കൊണ്ട് ഗവൺമെന്റിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിലാണെങ്കിൽ ഇപ്പൊ മിക്കവാറും എല്ലാ യോഗങ്ങളും ഓൺലൈനായിട്ടാണ്, വീഡിയോ കോൺഫറൻസിംഗിലാണ് നടക്കുന്നത്. ക്യാബിനറ്റ് യോഗങ്ങൾ വരെ വീഡിയോ കോൺഫറൻസിംഗിലാണ്.
അപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾ വളരെ വേഗത്തിലാവുന്നു. അതുപോലെ തന്നെ യാത്രാ ചെലവിൻ്റെ സമയം അങ്ങനെയുള്ള സമയമൊക്കെ ഒഴിവായിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് വളരെ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫയലുകളുടെ പ്രോസസ്സിങ് അതെല്ലാം ഇപ്പോൾ ഓൺലൈൻ അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അതുവഴി ഫയലുകൾ വേഗത്തിൽ തീരുമാനം എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇത് ബിസിനസ്സുകളുടെ വേഗത്തിലാക്കാനായിട്ട് ഉപകരിക്കും. എളുപ്പത്തിൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപകരിക്കും. അതുകൊണ്ട് സേവന രംഗത്തും വലിയ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആരോഗ്യത്തിൻ്റെ രംഗം എടുത്തു കഴിഞ്ഞാൽ ടെലിമെഡിസിൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യരംഗത്തെ മികച്ച ഡോക്ടർമാരുടെ സേവനം വളരെ ദൂരത്തിലുള്ള ഗ്രാമാന്തരങ്ങളിൽ പോലും സാധിക്കും. ഞാൻ 2 വർഷം മുമ്പ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കാലത്ത് അന്ന് അവിടെ EPFOയിൽ എല്ലാ സേവനങ്ങളും ഈ കടലാസ് വഴിയാണ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് വലിയൊരു കമ്പ്യൂട്ടറൈസേഷന്റെ ഫലമായിട്ട് എല്ലാ സേവനങ്ങളും മൊബൈലിൽ നൽകുവാനായിട്ട് സാധിച്ചു. ഈ കോവിഡിന്റെ സമയത്ത് EPFOയുടെ സേവനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ ആ മൊബൈൽ വഴി അത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ EPFOയുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ മൊബൈൽ സേവനങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഗവേണൻസിൽ ഗവൺമെന്റിന്റെ സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വലിയ മാറ്റം. കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഉമംഗ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പിന് 1-2 വർഷം മുമ്പ് തുടക്കം കുറിച്ചു. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഈ ഉമംഗ് മൊബൈൽ ആപ്പിൽ കൊണ്ടുവരിക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഞാൻ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പദ്ധതിയുടെ ചാർജാണ് എനിക്ക്. അപ്പോൾ ആ പദ്ധതി പ്രകാരം രാജ്യത്തെ ഈ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും സേവനങ്ങൾ, അത് കൃഷിക്കാര്, അതുപോലെ വനിതകൾ, അതുപോലെ പിന്നെ യൂത്ത്, പ്രായമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ കുട്ടികൾ, സ്റ്റുഡൻസ്, ഇവരെ ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് ഓരോ കാറ്റഗറിക്കും ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ എല്ലാം മൊബൈൽ വഴി ലഭ്യമാക്കുന്ന പ്രോജക്റ്റ് ഞങ്ങൾ തുടക്കം കുറിച്ച് അതിപ്പോൾ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഉമംഗിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഗവൺമെന്റ് ബിസിനസ് സൗഹൃദമായിട്ട്, കൃഷി സൗഹൃദമായിട്ട്, അതുപോലെ ജനങ്ങൾക്ക് സൗഹൃദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സാമ്പത്തിക രംഗത്തിന് ഉണ്ടാകുന്ന ഉത്തേജനവും ഉണർവും വളരെ വലുതായിരിക്കും. അത്തരം ഉത്തേജനവും ഉണർവും പ്രത്യേകിച്ച് ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനമാണ്. കാരണം കോവിഡ് കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തളർന്നിരിക്കുന്ന സമയമാണ്. അതിന് മുന്നോട്ട് നീങ്ങാനായിട്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിൽ അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഒട്ടും പ്രാധാന്യം കുറയാത്ത ഒരു കാര്യമാണ് ഈ ഭരണരംഗത്തുണ്ടാകുന്ന നവീകരണവും അതിൽ വരുന്ന വേഗതയും അതിൽ വരുന്ന ഈ സൗഹൃദപരമായ അന്തരീക്ഷവും. ഈ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് സൃഷ്ടിക്കാൻ, അങ്ങനെ നമ്മുടെ ഗവൺമെന്റുകൾ എല്ലാം നവീകരിക്കപ്പെടുവാനും അതുപോലെ ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്, അതായത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിട്ടും സുഖമായിട്ടും ജീവിക്കാവുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുന്നതിലേക്ക് മുന്നോട്ട് നീങ്ങട്ടെ. അതിന് ഈ സെമിനാർ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു മിസ്റ്റർ ജോയ് ഫോർ ദാറ്റ്. ഇനി നമുക്ക് വിജയാനന്ദനോട് പറയാനുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേഷനിലും ഡീസെൻട്രലൈസേഷനിലും ഈ വോട്ടിംഗ് ബോഡീസിന്റെ സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ തന്നെ വിദഗ്ധനായിട്ടുള്ള വിജയാനന്ദ്, പ്രത്യേകിച്ച് റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് പോർട്ട്ഫോളിയോ ആണ് വിജയാനന്ദിനുള്ളത്. സോ ഹിസ് വർക്ക്സ് should be very valuable for us. Vijayanand, why don't you carry on for another 5 minutes? Always history learn. After a pandemic, people change fundamentally. After a trauma, but it is not automatic. My feeling is after the 2018 and 19 floods, we have not changed much in governance. We need not always be responsive to trauma. And another thing which I was really shocked, when whole of Indian workers went without wages, the employees of Kerala strongly resisted giving 1/5 of the wages or 1/12 of the wages. I just couldn't understand the logic. And
It's not a right. Anyway, that's not the issue. And another sad thing is there is no Kerala model of public administration, just like any other thing. But yet, it is the most responsive governance system in India. After having sat in Delhi, there are more efficient governance systems, but a responsive governance system, I think probably Kerala is the most, and maybe for cultural reasons, some in the Northeast. Under the E. Chandrasekhar sir, exactly 31 വർഷത്തിന് മുമ്പ് ഒരു അഡ്വൈസ്, അദ്ദേഹം LDF കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷൻ ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയാൽ ഞങ്ങൾക്ക് കേരളം നിരന്തരമായിട്ട് ഭരിക്കാൻ. So that is the importance of the cutting edge in dealing with people. So post-COVID, Manorama title എനിക്ക് ഇഷ്ടപ്പെട്ടു, not reform, reformation. Reformation is revolutionary, fundamental. എനിക്ക് ഇതിൽ reformation എന്നാണ് പറഞ്ഞത്. I just confine myself to points. One, responsiveness. COVID has taught us nilly respond ചെയ്തു, and Kerala probably responded best in the country. അപ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും റെസ്പോണ്ട് ചെയ്യും. അത് ബ്യൂറോക്രസിയിലേക്ക് സിങ്കിങ് ചെയ്യും. ആൻഡ് വെൽഫെയർ സ്റ്റേറ്റിൽ നിന്ന് കെയറിംഗ് സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പഞ്ചായത്തുകൾക്ക് കഴിയണം. മീൻസ് ലോക്കൽ ഗവൺമെന്റ്സിന് കഴിയും. സെക്കൻഡ് ഇസ് സർവീസ് ഡെലിവറി ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് കോവിഡ്. അത് ഹെൽത്ത് ആയിരുന്നാലും എഡ്യൂക്കേഷൻ ആയിരുന്നാലും ന്യൂട്രീഷൻ ആയിരുന്നാലും പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സേവനം. ആൻഡ് പബ്ലിക് സെക്ടർ ഹസ് ബിക്കം മോർ വിസിബിൾ ആൻഡ് മോർ എക്സ്പെക്ടേഷൻ ഫ്രം ദ പബ്ലിക് സെക്ടർ. അപ്പൊ നമുക്കൊരു സർവീസ് ഡെലിവറി ആക്ട് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സമയം ഞാൻ TNDRയിൽ ഉണ്ടായിരുന്നു. നടപ്പാക്കണ്ട എന്ന് നടപ്പാക്കിയ ഒരു ആക്ടാണ്. അത് നടപ്പായിട്ടില്ല. ഇറ്റ്സ് ഓൺ പേപ്പർ. കേരളത്തിൽ ആർക്കും സർവീസ് ഡെലിവറി ഒരു അവകാശമാണ്. പഞ്ചായത്തുകളിലും മുനിസിപ്പൽ ആക്ടിലും സിറ്റിസൺസ് ചാർട്ടർ ഉണ്ട്. അത് അവകാശമാണ്. മിക്കതും കടലാസിലാണ്. അത് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ആക്ടുകൾ അത് നമുക്ക് നടപ്പാക്കാം. പിന്നെ കോഡിന്റെ വലിയൊരു ലെസൺ, ഇമ്പോർട്ടൻസ് ഓഫ് കൺവേർജൻസ് ആൻഡ് കോർഡിനേഷൻ. ഹിസ്റ്റോറിക് റീസൺസ്, പ്രത്യേകിച്ച് നമ്മുടെ ഐക്യമുന്നണി സിസ്റ്റം ഉള്ളത് കൊണ്ട് കോർഡിനേഷൻ ഇസ് വെരി വീക്ക്. ഡിപ്പാർട്ട്മെന്റ്സ് ആർ വെരി സ്ട്രോങ്. ആൻഡ് കോവിഡ് ഹസ് ടോട്ട് us the importance of working together. ഇന്ന് പോലീസും ഹെൽത്തും പഞ്ചായത്തും സിവിൽ സപ്ലൈസും ലേബറും എല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യും. ഇത് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ തുടരണം. പിന്നെ വി ആർ എ സോഫ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ റെഗുലേഷൻ നടത്തുന്നതിൽ വീക്കാണ്. നമ്മൾ പേടിച്ചു പോകും. വെസ്റ്റേൺ ഗാർഡ്സിനെ പ്രൊട്ടക്ട് വേണോ എന്നുള്ളതൊക്കെ നമ്മൾ സഡൻലി പേടിച്ചു പോകും. രണ്ടുപേര് ശബ്ദം ഉയർത്തിയാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ്. അത് ഇനി പറ്റുന്നില്ല. ഈ കോവിഡ് has taught us that lot of regulations. The people have accepted regulation for common good. So common good എന്ന് അറിഞ്ഞാൽ എയർലൈൻസ് റെഗുലേഷൻ കൊണ്ടുവരും. അത് ഒരു പ്രധാനം. പിന്നെ ബേസിക്കലി ഈ കേരള ഗവൺമെന്റ് സക്സസ് എല്ലാവരും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടു ദ പീപ്പിൾ. CMന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് ജനറലി accepted. So communication is good politics. So ജനങ്ങളെ ഒന്നും ഉടച്ചു വെക്കേണ്ട കാര്യമില്ല. പഞ്ചായത്തുകളും ഞങ്ങൾ ഇന്ന ചെയ്യുന്നു, ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയിക്കണം. പിന്നെ ഈ ഗവേണൻസിന്റെ കാര്യം അഫ്കോഴ്സ് IT പറയും. ഈ ഗവേണൻസിൽ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഈ ഗവേണൻസ് സെൻട്രലൈസസ്, ഈ ഗവേണൻസ് ഡിസ്റ്റൻസസ് ഇറ്റ്സെൽഫ് ഫ്രം ദി ഓർഡിനറി പേഴ്സൺ. അത് പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി പീപ്പിൾ ഫ്രണ്ട്ലി, പീപ്പിൾ ഫസ്റ്റ് ആൻഡ് ലോക്കൽ ലെവലിലാണ് ആളുകൾ അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഗവേണൻസ് ഇതിൽ കാണുന്നത് ഗവേണൻസ് ഫോർ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഇനി കേരളത്തിൽ വേണ്ടത് ജോബ്സ് ആണ്. അത് ആ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ലോക്കൽ ഗവൺമെന്റ്സിന് കഴിയും. അതിന് ലോക്കൽ ഗവൺമെന്റ് ആണ് മിക്ക ഇൻവെസ്റ്റ്മെന്റ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പവേഴ്സ് ലോക്കൽ ഗവൺമെന്റ്സിനാണ് ഉള്ളത്. അത് നാഷണൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെക്കാളും ഒരു ലോക്കൽ ഗവൺമെന്റ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് നല്ല മോഡൽസ് ഒക്കെ അന്തർദേശീയമായിട്ടുണ്ട്. ജർമ്മനി, സൗത്ത് അതിൽ നിന്ന് ബോറോ ചെയ്ത് ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ ലോക്കൽ ഗവൺമെന്റ്സിന് കഴിയും. പിന്നെ വരുന്നത് ഗ്രീൻ ഗവേണൻസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇക്കോളജിക്കൽ ആയിട്ട് ദാറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ദിസ് ഇസ് എ ക്വിക്ക് ഒരു പാൻഡമിക് ആണ്. അതിനേക്കാളും ഭയങ്കര ഒരു സ്ലോ ആൻഡ് മോർ ഡേഞ്ചറസ് പാൻഡമിക് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. വി ആർ വെരി ആരെങ്കിലും ചെയ്യും കാത്തിരിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം, സ്ട്രക്ചേർഡ് ഷിഫ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ കേരള ഇസ് നോട്ട് ടു ബിഗ് എ ഗവൺമെന്റ്. ഇന്ന് പത്രത്തിലൊക്കെ ന്യൂസ് കണ്ടു സാലറി കൂടുതലാണ്. അതിനേക്കാളും ഇമ്പോർട്ടന്റ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ആളുകളാണോ വേണ്ടത്, വേറെ ടൈപ്പ് ഓഫ് ആളുകളാണോ വേണ്ടത്, മീറ്റ് പബ്ലിക് റിക്വയർമെന്റ്സ് ഓഫ് 21st century. സോ ഒരു ഷിഫ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പല തസ്തികളും നിർത്താൻ പറ്റും, ഭയങ്കരമായിട്ട് നിർത്താൻ പറ്റും. ആരെയും പിരിച്ചുവിടുകയല്ല, അത്
വാനിഷിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പുതിയ ടൈപ്പ് ഓഫ് ഗവർണൻസിലേക്ക് പോകും. ലാസ്റ്റ് പോയിന്റ് ഇസ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. വളരെ നാണക്കേടായിട്ടൊരു കാര്യം, സോഷ്യൽ ഓഡിറ്റ് നടക്കാത്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്തോ നമ്മൾ ഭയപ്പെടും. ആൻഡ് സോഷ്യൽ ഓഡിറ്റ് ഇസ് ഓൾസോ ഗുഡ് പോളിറ്റിക്സ്. സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇസ് ഗുഡ് പോളിറ്റിക്സ്. RTI എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സർവീസ് ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ദാറ്റ് ഇസ് ട്രാൻസ്പെറൻസി, ഡിസ്ക്ലോഷർ ആൻഡ് എ ഹോൾ ലോട്ട് ഓഫ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. ഒരു ബൊക്കെ ഓഫ് മെഷേഴ്സ് ഉണ്ട്, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഇതാണ് എനിക്ക് ജനറലായിട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് അറിയേണ്ട ഗവർണൻസ് ചേഞ്ചസ് പോസ്റ്റ് കോവിഡ്. താങ്ക് യു. Thank you, Vijayanath, for that wonderful exposition. Now we will move on to Sreenivasan. I am very grateful to be here with everybody. Just want to say namaste because namaskaram. Now in America, we're all saying namaskaram to everybody. We say namaste. And that's one of the many ways that things have changed. I am the former Chief Digital Officer of New York City. And you are experiencing now and watching in real time a terrible failure of leadership, of governance in the United States. You have all seen the charts that tell you how many cases of coronavirus there are in different countries. And you see that America is at the very top of that list. But it need not have been that way. You are seeing a failure of leadership, failure of governance, a failure of media, a failure of technology, all of it come together in a country that likes to call itself the best country in the world. The very fact that it calls itself the best country and it has a leader that says we are the best tells you there's something rotten in the state of the United States. There are several things I can tell you as examples of what we are going through now. Normally you have a spike, you're right, you have the first wave and then you flatten the curve and then you have the second wave. We did not even finish flattening the first curve when we had the second curve. Why? Because we have a failure of leadership at every level. And it's the municipal mayors that are keeping the country going as much as they can, as well as they can. We are seeing things like, when you look at South Korea and the United States got coronavirus first confirmed case on the same day. And at a time when there were 100,000 people had died in the United States, a few hundred people had died in South Korea. Why? Main difference in South Korea, by the way, is 15 times denser than the United States. Of course, it has less population, but 15 times denser than the United States. That's because of a failure of leadership in the federal government, the national government in the US. And that can only be blamed on a poor understanding of what the government is supposed to do, a poor understanding of the role of government and citizenship and what is supposed to happen. On Saturday, it's now 1 a.m. here, but in India, you'll see later on today, over the next few hours, the President of the United States is holding a rally inside a closed building with 20,000 people and no masks. He is not going to wear a mask. Just that simple act of defiance and wearing a mask a political statement. He says people are wearing masks and bad light കാണിക്കാനാണ് ഈ മാസ്ക് ഇടുന്നത്. ഞാൻ എന്നെ against ആണ് ഈ മാസ്ക്. അങ്ങനെയാണ് ഈ ലീഡർ പറയണത്. So that is a tragedy for the United States. Candidate Trump said that I can shoot a man on Fifth Avenue in a major street here and my base, my political party will be with me. He's now showing that he can kill tens of thousands of people through sheer negligence and bad leadership, misinformation, and still he will not lose his support. He has 88% of the support of his base, which tells you something is very wrong here in terms of thinking about where we can go after Corona. If we get after Corona in the US, everybody here talks about Kerala has become very famous here now. Everybody knows what Kerala has done. I think it's important that all governments look at their understanding of how everything we do is interconnected and that what we do in one place matters in another place. We have seen too many cases
especially in the US, the understanding that the government is bad. That is the understanding in the United States by lots of people, that government is bad, but the government is needed to do so many things. And we are seeing that in real time, and we are suffering in the US as part of this. Day 100 of the lockdown in New York, and we are seeing now record number of spikes in other states. And those are all states where the governors have said that we will not emphasize masks, we will not emphasize social distancing, we will not, and the lack of understanding of science in this country is a shame for the entire planet, and for the Americans to withdraw from WHO. Just imagine, and I did an interview with the chief scientist, Dr. Salmia Swaminathan, and she was just yesterday, and she was talking about why we need the entire world to pull together if we're going to survive as a planet and as a species. So I'm very grateful to everybody who is here and for sharing their views. I'm very, very grateful. If I can ever help anybody, my email is Sree, S-R-E-E, @sree.net. I'm on Twitter also @SREE. I'd be very happy to help you, but not at 1:30 in the morning. Thank you very much. Thank you, Sreenivasan, for joining us with a wonderful picture, giving a real picture of whatever we knew. We knew, of course, what is happening in US, but you have confirmed most of our apprehensions. One question: is there anything which we in Kerala would you like us to learn from New York, or at least in the negative way? What are the things to avoid, if not learn, from your experience? Yeah, I can tell you, when I became Chief Digital Officer, I happened to be in Trivandrum visiting my parents, Lekha Sreenivasan and T.P. Sreenivasan, and all the papers, including Manorama, were very kind to me. They put my story on the front page, Chief Digital Officer, and there was this immense pride that we all felt that a Malayali had become Chief Digital Officer of such a big, important city. But I can tell you now that we are seeing the result of all of that, that if I came to Kerala today, if I was able to fly and come there, I'd be coming to learn, not coming to teach, because now we have seen that we have very little to learn or very little to teach the world. We have to relook at our entire systems in America, in New York, in a city like New York. We have to relook at the systems, understand how everything works together. This is a country that has so much, but made its people suffer so badly, and that is going to continue. The pain you said you had apprehensions about. We are seeing that now, and that is because of failure of systems. And that's why we all need to be very much aware of our systems, what we're doing. And I think the Kerala model is going to be talked about for many, many years to come. Thank you, Mr. Sreenivasan, for joining us, and thank you for the enlightening ideas you have given us. So from now on, we'll from here move on to Mr. Sivasankar, IT Secretary of Kerala, who has contributed his own might in reshaping the IT policy of Kerala and shaping up many of the IT initiatives about legal. Sivasankar, it is your turn. സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴ് IT യെ കുറിച്ചല്ലാതെ ഒരു വാക്ക് മിണ്ടിപ്പോലൊരു ഭീഷണി അതിനകത്ത് ഉള്ളതായിട്ട് തോന്നുന്നു. I thought your turf is IT, but you have worked in other fields also. Anything, because your long experience in government is good enough. അല്ല, അതുകൊണ്ട് ഞാൻ IT യെ കുറിച്ച് വളരെ കുറച്ച്, ബിക്കോസ് IT ഡിപ്പാർട്ട്മെന്റ് കുറെ കാലം വർക്ക് ചെയ്തപ്പോഴ് പഠിച്ച ഒരു കാര്യം, IT ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും IT യെ കുറിച്ച് വളരെ കൃത്യമായ സങ്കല്പവും ആശയവും അഭിലാഷവും മോഹങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു ഇവരാരും പറയാനുള്ള ഒരു പൊതു ചർച്ച വരുന്നത്. ഞാൻ വിജയൻ സാറ് 1996 ഈ ഭരണ പരിഷ്കാര കമ്മീഷനിൽ സാർ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ടീമിൽ അന്ന് വർക്ക് ചെയ്തു. അന്ന് പൂർണ്ണമായ IT നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, ടെക്നോ മാനിയാക്കും ടെക്നോ ഫോബിയാക്കും എന്ന് പറയും. ഇതിനകത്ത് അന്നത്തെ പരിഷ്കാര കമ്മീഷൻ ഉണ്ടായിരുന്നത് ഈ പഴയ ചീഫ് സെക്രട്ടറി രവീന്ദ്രനാഥ് സാറും വിജയ് തകർപ്പൻ സാറും, ഇവരെല്ലാവരും
സാങ്കേതിക വിദ്യ അല്ല പ്രോബ്ലം, അല്ലെ സാങ്കേതിക വിദ്യ അല്ല സൊല്യൂഷൻ. യഥാർത്ഥത്തിൽ ഗവർണൻസ് വളരെ ചിട്ടയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടറും ഇതുമൊക്കെ ഒരു ആലങ്കാരിക സാധനമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു പൊസിഷൻ ഉണ്ടായിരുന്നതായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ശ്വാസം മുട്ടിയുന്നൊരു അന്തരീക്ഷം. പക്ഷെ ഒരു കാര്യം അന്ന് നമ്മൾ ചെയ്തത്, കേരളത്തിൽ അന്ന് വരെ IT ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള, കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിന്റെയും ഒരു ഇൻവെന്ററി നമ്മൾ അന്ന് കണ്ട ഒരു കാര്യം, 128 കോടി രൂപയോളം അതിനകം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ സർവീസ് ജനത്തിന് അവൈലബിൾ അല്ല. അതായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. വിജയൻ സാർ അത് വളരെയധികം ചർച്ച ചെയ്തൊരു കാര്യമാണ്. അന്ന് നമ്മൾ എടുത്ത ഒരു വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നോക്കിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ, ഭരണ സംവിധാനം നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ ജനങ്ങൾ ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്തത്, ഗവൺമെന്റ് സിറ്റിസൺ ഇന്റർഫേസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു പേയ്മെന്റ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു ആനുകൂല്യം, ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഒരു പെൻഷൻ കിട്ടാനുള്ളത്. 2, ഒരു സർട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൊരു ഒരു നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന, നമ്മുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് വഴിയാണ്. അങ്ങനത്തെ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ലഭ്യമാകുന്നത്. 3, എൻടൈറ്റിൽമെന്റ്സ്, വിച്ച് ഇസ് എ ഡ്രൈവിംഗ് ലൈസൻസ് ഓർ എ റേഷൻ കാർഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രീവൻസസ്. ഈ 4 കാര്യങ്ങൾ മാത്രമേ സാധാരണ സിറ്റിസൺ ഗവൺമെന്റ് ഇന്റർഫേസ് ഇന്ററാക്ട് ചെയ്യാറുള്ളൂ. ഇത് ഓരോന്നും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കേരളം അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പേയ്മെന്റ്സ്, ഇന്നിപ്പോ എല്ലാ പേയ്മെന്റ്സും പ്രാക്ടിക്കലി ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ കഴിയും. അശോക് ഉണ്ട്, KCBയുടെ ഓൺലൈൻ പേയ്മെന്റ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഇത്രയും ആൾക്കാരുണ്ട്, 90 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഓൺലൈൻ പേയ്മെന്റ് കൊണ്ടുവന്ന ശേഷം അന്ന് ഓൺലൈനായിട്ട് പേ ചെയ്തുകൊണ്ടിരുന്നത് 6% ആൾക്കാർ. അത് അതിന്റെ ഇങ്ങനെ KCB വിടുന്ന സമയത്ത് അത് 12%. പക്ഷെ കോവിഡ് വന്ന ശേഷം ആ പേയ്മെന്റിന്റെ നമ്പേഴ്സ്, ഐ തിങ്ക് ഇറ്റ് ഇസ് നൗ അറൌണ്ട് 30%. ഇതാണ് ഈ പാൻഡമിക് കൊണ്ടുവന്ന ഡിസ്ട്രപ്ഷൻ. ടെക്നോളജി സിസ്റ്റംസ് ഇല്ലാത്തതല്ല പ്രശ്നം. ഈ ടെക്നോളജി സിസ്റ്റംസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു അമാന്തതയായിരുന്നു അതിനകത്തുള്ള സർട്ടിഫിക്കറ്റ്സ്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴ് കേരളത്തിൽ 3 കോടി ജനങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് അക്ഷയ വഴി, വില്ലേജ് ഓഫീസുകൾ വഴി, റവന്യൂ മറ്റേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് 6 കോടി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കും. 6 കോടി സർട്ടിഫിക്കറ്റ് 3 കോടി ജനങ്ങൾ. സോ സർട്ടിഫിക്കറ്റ്സ് ഓൺലൈനിൽ എടുക്കുന്ന ഒരു സംവിധാനം എന്ന് വളരെ പോപ്പുലർ ആയി കഴിയും. പേയ്മെന്റ്സ് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് കൊടുത്തോണ്ടിരുന്നപ്പോഴ് ഈ ഗവൺമെന്റ് വരുന്ന സമയത്താണെന്ന് തോന്നുന്നു, അപ്പോഴൊരു ഒരു സിറ്റിസൺ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ കിട്ടിയ ഒരു കാര്യം, ഞങ്ങൾക്ക് പൈസ കയ്യിൽ കിട്ടുന്നതാണ് നല്ലത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്, ബാങ്കിലേക്ക് മാറ്റുകയും ബുദ്ധിമുട്ടാണ്. വാസ്തവമാണ്, പ്രായമായ പല ആൾക്കാർക്കും ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, SBT ATM എടുക്കാൻ അറിയില്ല. പക്ഷെ ഇന്ന് DBT ഒരു നോമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരികയും കൃഷിക്കാരന് കൊടുക്കുന്ന PM കിസാൻ സമ്മാൻ എന്ന് പറയുന്ന പ്രോഗ്രാം വരെ DBT ആകുകയും ചെയ്തപ്പോഴ് ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വാസ്തവമായി. പേയ്മെന്റ്സ് ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് കൊടുക്കുന്നതും ബാങ്ക് വഴി ആകുന്ന ഒരു. അപ്പൊ നമ്മുടെ ഈ ഗവേണൻസോ ടെക്നോളജി അല്ല അതിനകത്തുള്ള ഇഷ്യൂ. നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ ഈ പറയുന്ന പുതിയ സങ്കേതങ്ങളിലേക്ക്, പുതിയ കാര്യങ്ങളിലേക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നതാണ് ഇഷ്യൂ. അതിന് ഒരു വലിയ മടി അല്ലെങ്കിൽ വലിയ ഒരു ഇനേർഷ്യ നമ്മുടെ ജനറൽ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് കുറവായിരുന്നു. ഡിമാൻഡ് കുറവായിരുന്നുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ടെക്നോളജി എനേബിൾഡ് സർവീസിൽ പുഷ് ചെയ്യുന്നതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് ഹാസ് ചേഞ്ച്ഡ് ഓൾ ദാറ്റ്. Post COVID scenario is going to be very, very different because now people are used to these type of services. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജയകുമാർ സാറ് വിദ്യാഭ്യാസ വകുപ്പിൽ കൈകാര്യം ചെയ്യുന്ന സമയം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്ന് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു അത് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തലത്തിലേക്ക് അത് എത്താൻ കാരണം there was a faith assembly in social distancing through COVID type of this.
ബിജൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ റെസ്പോണ്ട് ചെയ്തോട്ടെ. അതായത് സാർ 2018 2019 ഫ്ലഡ്സ് അതായിരുന്നു ഏറ്റവും വലിയ ഒരു നമ്മളെ പിടിച്ചുലച്ച ഒരു സംഭവം. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചോ എന്ന് സംശയം വരും. കോവിഡിലെങ്കിലും പാഠം പഠിക്കും സാർ. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കുകയും ഒരുപാട് സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. ഉദാഹരണത്തിന് 2018-19 ഫ്ലഡ് കാരണം അഫക്റ്റഡ് ആയിട്ട് ക്യാമ്പിലേക്ക് പോയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവരെല്ലാം വൾണറബിൾ ആൾക്കാരുമാണ്. അടുത്ത ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഇവരൊക്കെ തന്നെ ആയിരിക്കും അഫക്റ്റഡ് ആവുക. ഈ 2018-19 കേരളത്തിൽ വെള്ളം കയറാവുന്ന എല്ലാ സ്ഥലങ്ങളും വെള്ളം കയറി കഴിഞ്ഞു. ആ സ്ഥലങ്ങളുടെ ഇനി ഇവരാരെങ്കിലും അഫക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് അവർക്കൊരു സഹായധനം എത്തിക്കാനായിട്ട് മിനിറ്റുകൾ മതി. ആ തരത്തിലേക്ക് നമുക്ക് ആ ബാക്കൻഡ് സിസ്റ്റം നമുക്ക് ചെയ്യാൻ കഴിയും. സാറ് സൂചിപ്പിച്ചതുപോലെ റെഗുലേറ്ററി സോഫ്റ്റ് സ്റ്റേറ്റ് ആണ് നമ്മൾ. റെഗുലേറ്ററി ആണോ എന്ന് ചോദിച്ചു. 2018-19 ഫ്ലഡിന് ശേഷമാണ് കേരളം മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ, ചില പരിസ്ഥിതി സംബന്ധമായ നിയമങ്ങൾ നമ്മൾ നോക്കണമെന്നും അതിന് ടെക്നോളജി യൂസ് ചെയ്യാൻ ഇതിലേക്ക് വന്നു. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഈ ടെക്നോളജി ഗവൺമെന്റിനകത്ത് നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരാളിന് നേരത്തെ ജയകുമാർ സാർ പറഞ്ഞതുപോലെ അഗ്ലി ഹേസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ ഒരു അഗ്ലി ഹേസ്റ്റ് അതൊരു വളരെ മാന്യമായ വിളിപ്പാണ്. എനിക്ക് തോന്നുന്നു അഗ്ലി ഹേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മാന്യമായ ഒരു ഒബ്സർവേഷനാണ്. ഇപ്പൊ അതിനെക്കാട്ടിയൊക്കെ വലിയ ആരോപണങ്ങളാണ് ഈ ടെക്നോളജിയെ സംബന്ധിച്ച് വരുന്നത്. അപ്പോ അഗ്ലി ഹേസ്റ്റ് പറയുന്നത് വളരെ റെസ്പെക്റ്റബിൾ, റീസണബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആരോപണമാണ്. ഇത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ഒരു സോഷ്യൽ പ്രഷർ വലുതായിട്ടില്ലാതെ, ഒരു സോഷ്യൽ റിക്വയർമെന്റ്, ഒരു സോഷ്യൽ ഡിമാൻഡ് വലുതായിട്ടില്ലാതെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാർക്ക്, എടുക്കുന്ന ടീമിന്, എടുക്കുന്ന ഒരു ഗവർണൻസ് സിസ്റ്റത്തിന് what is the incentive mechanism, or what is the, and there are 10,000 disincentive mechanisms. If you don't do, nothing happens. But if you do, then is there any incentive for you to do it? Ipo I am very thankful to Sri for saying that for the first time somebody has said that yes, New York City digital officer has now said that we would like to come to Kerala and learn here. ഇന്നേവരെ ഇത്രയും കാലം നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു വസ്തു നടക്കുന്നില്ല, നമുക്ക് മധ്യപ്രദേശിൽ പോകാം, ഡൽഹിയിൽ പോകാം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാം, റഷ്യയിൽ പോകാം, സിംഗപ്പൂരിൽ പോകാം, പുറത്തുപോയി നമ്മൾ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം മാറ്റാം എന്നുള്ളതായിരുന്നു. നമുക്ക് നമ്മളെ കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചൊരു ധാരണ വേണം. നമുക്ക് ഇതിന്റെ ഈ സർവീസസ് ആവശ്യപ്പെടുന്ന ജനങ്ങളെ കുറിച്ചൊരു ധാരണ വേണം. അവരുടെ ആസ്പിറേഷൻസിനെ കുറിച്ച് ധാരണ വേണം. ഇതിന്റെയൊക്കെ ഒരു രത്ന ചുരുക്കമായിട്ട് മാത്രമേ ടെക്നോളജിയും ഗവേണൻസ് റിഫോംസും നടക്കുകയുള്ളൂ. അല്ലാതെ ഗവേണൻസ് റിഫോംസും ടെക്നോളജിയും നമ്മുടെ ഇവിടെ ഇരുന്ന് കുറെ ജീവോൾ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് എന്റെ പരിമിതമായ സന്ദേശം. Thank you, Shivashankar. You have presented a larger picture. കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കോവിഡ് കാരണം നമുക്ക് പുറത്തെങ്ങും പോയി പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല, എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം വീട്ടിലിരിക്കാൻ എന്നുള്ളത് മറ്റൊരു കാര്യം. ന്യൂയോർക്കിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല എന്നുള്ളത് ശ്രീ പറഞ്ഞു. അശോകിനെ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ വൈസ് ചാൻസലറാണ്, സ്ഥാപക വൈസ് ചാൻസലർ, കോളമിസ്റ്റ് ആണ്, നിശ്ചിതമായ അഭിപ്രായങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാണ്. താങ്ക് യു സർ. നമസ്കാരം. ബഹുമാന്യനായ മോഡറേറ്ററെയും മറ്റു സുഹൃത്തുക്കളെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. വളരെ ചുരുക്കി പറയാം. ഈ പറഞ്ഞു വന്ന ഫ്ലോ ഓഫ് തോട്ട്സ്, ആലോചനകളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. അതിൽ യാതൊരു ഭേദഗതിയും നിർദ്ദേശിക്കാനില്ല. ഇപ്പൊ ഇതില് കുറച്ചുകൂടെ ഒരു ജനറലായിട്ട് സജസ്റ്റ് ചെയ്താല് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, ഇന്നത്തെ ദിവസം കേരളത്തിൽ നിയമപരമായിട്ട് സർക്കാർ അനുവദിക്കുന്ന ഏറ്റവും വലിയ അസംബ്ലി ആളുകളുടെ കൂട്ടം എന്ന് പറയുന്നത് 50 ആണെന്നാണ് എന്റെ ധാരണ. വിവാഹങ്ങൾക്ക് 50 പേർക്ക് ഒന്നിച്ചു വരാം എന്നുള്ളതാണ്. അപ്പം പണ്ട് അൺലോഫുൾ അസംബ്ലി 5 പേരിൽ കൂടുതൽ സംഘം ചേരുന്നതൊക്കെ 144 കൊണ്ടുവന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇപ്പോ നിയമപരമായ വലിയ അസംബ്ലി 50 പേരാണ്. അപ്പൊ ഇതൊരു വലിയ രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം 50 പേർക്ക് മാത്രം ഫേസ് ടു ഫേസ് പരസ്പരം കാണാൻ, ഭൗതികമായിട്ട് ഒന്നിച്ചു ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, അത് കുറച്ചു മാസങ്ങൾ കൂടെ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ
ജനാധിപത്യപരമായ ഗവേണൻസ് സാങ്കേതിക വിദ്യയിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ, മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഒരു രീതി പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അവസരമാണ്. അപ്പോൾ അതേസമയം അതിന്റെ അന്തസ്സത്ത ചോർന്നു പോകാതെ ഭരണം മെച്ചപ്പെടുത്താൻ പറ്റുമോ, അതിന് എങ്ങനെയൊക്കെ ആലോചിക്കാം എന്നുള്ളതാണ്. ഞാൻ 3 കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റുള്ള ബഹുമാനിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കാനുമാണ് ഈ 2 മണിക്കൂർ ഞാൻ ആലോചിച്ചത്. ഇതില് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള സംഗതി എന്ന് പറയുന്നത്, കോവിഡ് ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ അകപ്പെട്ടിരുന്നതായ ഒരു ഇനർഷ്യയുടെ ഒരു വാൽമീകം അതിൽ നിന്ന് നമ്മളെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഒന്ന്, ഈ വ്യക്തിപരമായി ആളുകളെ മീറ്റ് ചെയ്യാന്, അതുപോലെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സർക്കാരിനുള്ളിലെയും പുറത്തെയും പ്രക്രിയകൾ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാങ്കേതിക വിദ്യ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഫലപ്രദമായിട്ട് ലഭ്യമായ ടൂൾസ് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഒരു അവസരം കൈവന്നിട്ടുണ്ട്. വെബെക്സ് തൊട്ട് നമ്മൾ പരിചിതരല്ലാത്ത എത്രയോ ടൂൾസ് ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങൾ കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. വലിയൊരു അവസരമാണ് അതിൽ വന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഗവൺമെന്റിനകത്തുള്ള വ്യക്തികൾ നോക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, വ്യക്തിയുടെ സർക്കാരിനുള്ളിലെ വ്യക്തിയുടെ വിദ്യാഭ്യാസം. ഇപ്പം ജയകുമാർ സാറ് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ആ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ ഊന്നേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാറ്റത്തിന് അവനെ പര്യാപ്തനാക്കാനായിട്ട് പറ്റണം. ഇപ്പൊ ഇവിടെ നമ്മുടെ ശിവശങ്കർ സാർ പറഞ്ഞ ഉദാഹരണം തന്നെ, 5% അല്ലെ 6% കൂടുതൽ ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ KSEBക്ക് അകത്തും KSEBിയുടെ ഉപഭോക്താക്കൾക്ക് റിലക്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നപ്പോൾ 30% പെട്ടെന്ന് ട്രാൻസാക്ഷനിൽ വന്നു. ഇപ്പൊ ക്രൈസിസിന് ശേഷം വരുന്ന ലോകത്ത് നമുക്ക് ഇത്തരത്തിൽ എഫിഷ്യൻസി ഗെയിൻ ചെയ്യുന്നത്, സത്യത്തിൽ ക്യാഷ് കൊണ്ട് ചെന്ന് KSEB കൗണ്ടറിൽ അടയ്ക്കുന്നത്, ഞാനത് പഠിച്ചിട്ടുള്ളത് പറയാണ്, ഏതാണ്ട് 10-15 ഇരട്ടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്റെ ബാങ്കിൽ ഇരിക്കുന്ന ക്യാഷ് KSEB കൗണ്ടർ വഴി KSEBിയുടെ ബാങ്കിൽ പോയിട്ട് KSEBിയുടെ അക്കൗണ്ടിന്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടിന്റെ ഭാഗമാകുന്ന പ്രക്രിയ പഠിച്ചാൽ 10 ഇരട്ടിയെങ്കിലും അത് കോസ്റ്റ്ലിയാണ്. പക്ഷെ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ കുറേയധികം വരും. അപ്പൊ ഈ ഒരു പാഠം കോവിഡിൽ നിന്ന് വരുന്നത്, സർക്കാരിനുള്ളിലെ വ്യക്തിയെ നിരന്തരം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും മാറ്റങ്ങളോടുള്ള അവന്റെ ആഭിമുഖ്യം നിലനിർത്തുകയും ചെയ്യുന്ന, അവനെ ഈ ടൂൾസിലും അതിന്റെ ഫിലോസഫിയിലും തത്വചിന്തയിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു സമീപനം നമ്മൾ എടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാങ്കേതിക വിദ്യ ഇന്ന് ഗവൺമെന്റ് എംബ്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം എല്ലായിടത്തും കാണാനുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സമയം ഡിവോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ചെറിയ കസ്റ്റമൈസ്ഡ് വെബിനാർ ടൂൾ മുതൽ ഡേറ്റാബേസുകൾ മാനേജ് ചെയ്യുന്നത് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് പോകുന്നവരെയുള്ള ടൂൾസിൽ സർക്കാരിലെ എല്ലാ തലവും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റോ ഗവർണറോ തൊട്ട് പഞ്ചായത്ത് ഓഫീസിലെ ഏറ്റവും ചെറിയ സർവീസ് കൊടുക്കുന്ന ഒരു സ്വീപ്പർ പോലും ഉപയോഗിക്കേണ്ട ടൂൾസും ടെക്നോളജീസും കാണും. അത് മാപ്പ് ചെയ്ത് അതിന്റെ തലത്തിലൊന്ന് ഐഡന്റിഫൈ ചെയ്ത് ഈ ടെക്നോളജി ഇന്റർഫേസിലെ ഒരു പരിശീലനം, അല്ലെങ്കിൽ റൈറ്റ് സൈസിങ് ഓഫ് ടെക്നോളജി ഒരു സമയം ചെലവിടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ്. 3, ഇത് രണ്ടും തമ്മിൽ ഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ പരിചയിച്ചു പോകുന്ന ഘടനയിലും മാറ്റങ്ങൾ വരും. അതിലോട്ട് ഞാൻ കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു ട്രബിൾസം ഏരിയയാണ്. അത് വളരെ ലളിതമായിട്ട് ആളുടെ എണ്ണം കുറയ്ക്കും, ടെക്നോളജി കൂട്ടുമെന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ വിചാരിക്കുന്നത് പല സ്ഥലങ്ങളിലും പുതിയതായിട്ട് പരിശീലിച്ച അല്ലെങ്കിൽ പുതിയ ആളുകൾ, പുതിയ സഞ്ചയങ്ങൾ തന്നെ വേണ്ടി വരും. ഉദാഹരണത്തിന് ഹെൽത്ത് കെയറിൽ ഇപ്പൊ എത്ര ആളിനെ ഈ കഴിഞ്ഞ ആഴ്ചകൾ കൊണ്ട് ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്തു. ഇപ്പൊ ഹെൽത്ത് കെയർ കേരളത്തിൽ വെൽ സ്റ്റാഫ്ഡ് ആണെന്നായിരുന്നു ഒരു പൊതുധാരണ. നഴ്സസിന്റെ എണ്ണം മറ്റ് സംസ്ഥാനത്തെക്കാൾ കൂടുതലാണ്. ആളോഹരി ഡോക്ടർമാർ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ചതാണ്. എന്നിരുന്നാൽ പോലും ഡോക്ടേഴ്സിന് ഷോർട്ടേജ് വന്നു. അപ്പൊ ചിലപ്പം അധ്യാപകരുടെ എണ്ണം കേരളത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളൊരു അത്തരത്തിലുള്ള ധാരണകൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അക്ഷൗഹിണി പടയുടെ ഘടന, കുതിരപ്പട, കാലാൾപ്പട, ആനപ്പടയൊക്കെ തന്നെ മാറ്റിപ്പണിയേണ്ടതായിട്ടുള്ള ചില പാഠങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് വരും. ഒരു കാര്യം കൂടി മാത്രമേ പറയുന്നുള്ളൂ, അത് ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ് എന്റെ അഭിപ്രായത്തിൽ, എന്റെ വിനീത അഭിപ്രായത്തിൽ. അതായത് ഈ ഗവൺമെന്റിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ്, ഇപ്പൊ ശിവശങ്കർ സാറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റാബേസുകളും വിവര സാങ്കേതിക വിദ്യയുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻ, സത്യത്തിൽ ഗവൺമെന്റിലുള്ള ഓരോ ഫയലും അത് പിന്നെ അക്ഷരങ്ങളാലും അക്കങ്ങളാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ ആണ് ഏത് ഫയലിലും ഉള്ളത്. അഭിപ്രായങ്ങളും വസ്തുതകളുമാണ് ഫയലിലുള്ളത്. അത് ഒരു ഡേറ്റ സഞ്ചയമാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം സെക്രട്ടേറിയറ്റ് 4 ലക്ഷം ഫയൽ കാണും. മൊത്തം ഗവൺമെന്റ് ചിലപ്പോൾ എല്ലാ ഓഫീസും ചേർത്താൽ 10 ലക്ഷം രേഖകൾ കാണും. അതാണല്ലോ നമ്മുടെ ആർക്കൈവ്സ് ആയിട്ട് മാറുന്ന ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ഡേറ്റ. ഈ ഡേറ്റയുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് അസിസ്റ്റന്റുമാരും അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇംപേഴ്സണലൈസ് ചെയ്യാവുന്ന ഒരു അവസരമാണ്. അതായത് അവിടെ സർക്കാർ തന്നെ ചെയ്തോളണമെന്നില്ല, അത് കൈകാര്യം ചെയ്യാൻ പരിശീലനമുള്ള വലിയ റേഞ്ചുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. അതേ അവസരത്തിൽ സർക്കാർ ഓഫർ ചെയ്യുന്ന സർവീസസ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, ചെറിയ ഒരു എക്സാമ്പിൾ എടുത്താൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബെവ്കോ ആപ്പ്, മദ്യം റീറ്റെയിൽ ചെയ്യുന്ന ആപ്പ്, അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ
ചിക്കൻ ബിരിയാണി സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ലഞ്ച് ഓർഡർ ചെയ്യുന്ന പോലെ ഒരു വ്യക്തിക്ക് അവന്റെ ബ്രാൻഡ് ഓഫ് ലിക്കർ ചൂസ് ചെയ്ത് സർവീസ് എടുക്കാൻ സാങ്കേതിക വിദ്യയുടെ ഒരു ചെറിയ ചൂടുകൂടെ മതി. നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്ന് മനസ്സിൽ വെക്കണം. അതായത് സിറ്റിസൺ ചോയ്സ് വളരെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് മാറാൻ പോവുകയാണ്. മെനു ഓഫ് ഓപ്ഷൻസ് കൂടാൻ പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെയാണ്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കയറിയിട്ട് ത്രില്ലർ കാണണോ അല്ലെങ്കിൽ മറ്റൊരു ജോണർ കാണണോ എന്നുള്ള തീരുമാനിക്കുന്ന പോലെ. അതേസമയം ബാക്ക് ആൻഡ് ഓപ്പറേഷൻസ് ഡീപേഴ്സണലൈസ്ഡ് ആവാൻ പോവുകയാണ്. ഇതും സർക്കാർ മനസ്സിൽ വെക്കേണ്ട ഒരു മാറ്റത്തിന്റെ ഒരു ദിശയാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് ഈ ഘട്ടത്തിൽ നീങ്ങിയാൽ കേരളത്തിന് ഗുണകരമായിട്ട് നമുക്ക് ഈ അവസരത്തെ വിനിയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണ്. മാറ്റത്തിനോടുള്ള ഇനർഷ്യ മാറിയെടുക്കാനും ഈ ഒരു സമയം വളരെ വളരെ നല്ലതാണ്. ഇത് ആർക്കെങ്കിലും എതിരോ അല്ലെങ്കിൽ എംപ്ലോയീസിനെതിരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നേ ഇല്ല. സത്യത്തിൽ ഒരു പുതിയ പ്രാക്ടീസിലോട്ട് നീങ്ങാൻ പറ്റിയ കുറെ കാര്യങ്ങൾ കോവിഡ് അതിന്റെ ദുരിതത്തോടൊപ്പം നമുക്ക് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ഷണിച്ചതിന് നന്ദി. ഇനി സമയം ഉണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും പിന്നീട് ചേർക്കാം. താങ്ക് യു അശോക്. ഇൻസൈറ്റ്ഫുൾ പ്രസന്റേഷൻ ആണ്. വളരെ ലാർജ് ഡയമെൻഷൻസ് ആണ് അശോകിന്റെ പ്രസന്റേഷനിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. നമുക്ക് NGO അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ K.Jayakumarന് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. കോവിഡുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ മാറ്റം അനിവാര്യമാണ്. ടെക്നോളജി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി അത് ആദ്യ സംസ്ഥാനമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ കേരളം. പ്രണബ് മുഖർജി ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി വളരെ കൂടി നിൽക്കുകയും മൊബൈൽ കണക്ടിവിറ്റി വളരെ കൂടിയൊക്കെ നിൽക്കുമ്പോഴും സർക്കാർ ഓഫീസുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ, ഈ ഗവേണൻസിന്റെ ഭാഗമായി നോക്കിയാൽ, ഈ ഫയലിംഗുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ആ മേഖല വലിയ പരിണാമം സംഭവിക്കാതെ തന്നെ കിടക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫയൽ ഒരാളിന് വിട്ടുകൊടുത്താൽ അത് തിരിച്ചു കിട്ടുന്നതിനും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പോലെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. സത്യം പറഞ്ഞാൽ സർക്കാർ ഓഫീസിന്റെ അവസ്ഥ നോക്കിയാൽ ഒരു പ്ലഗ് പോയിന്റ് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഒരു കമ്പ്യൂട്ടർ മാറ്റി വെക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ. ഇപ്പൊ റേഷൻ കടയിൽ തന്നെ പോസ്റ്റ് മെഷീനൊക്കെ വെച്ചു. അപ്പൊ അതിന്റെ പ്രായോഗികമായ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് സർവീസ് കിട്ടുന്നില്ല. അതിങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇപ്പൊ റവന്യൂ വകുപ്പിൽ ഡിസ്ട്രിക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംവിധാനമാണ്. അത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ഇപ്പൊ ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. രാത്രിയും പകലും ഒക്കെ വീട്ടിലിരുന്ന് വില്ലേജ് ഓഫീസർമാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കോളേജ് അഡ്മിഷനോ മറ്റു കാര്യങ്ങൾക്കോ ഡിപ്പാർട്ട്മെന്റ് ആക്സസ് ഉണ്ട്. അപ്പൊ ഓരോ കാര്യത്തിനായിട്ട് വന്ന് സർട്ടിഫിക്കറ്റ് ആളുകൾ വാങ്ങിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും വാങ്ങാറുണ്ട്. ചില അപ്രിഹെൻഷനിലൊന്നും വാങ്ങിക്കും, ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല. അതൊക്കെ നമ്മുടെ ഈ ഓഫീസുകളിൽ വലിയ തിരക്കുണ്ടാക്കും. അപ്പൊ അതിനെല്ലാം കൂടി കോമണായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പൊ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് മൾട്ടിപർപ്പസ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് കൊടുക്കാവുന്ന രീതിയിൽ ഒരു കോമൺ പോർട്ടൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എല്ലാം കൂടി കണക്ട് ചെയ്ത് ആധാർ ലിങ്ക് ചെയ്ത്, അപ്പൊ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു സേവനത്തിനായി വന്നാൽ അയാളെ പറ്റി ആ ഡിപ്പാർട്ട്മെന്റിൽ ആ പോർട്ടലിൽ പരിശോധിക്കുമ്പോൾ കൃത്യമായ വിവരം കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സർവീസ് ഡെലിവറി ചെയ്യാൻ കഴിയും. അത് വളരെ മാറ്റം ഉണ്ടാക്കും. വളരെ തൃപ്തികരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി ഒന്നും നമ്മൾ ആലോചിച്ചില്ല. നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ കയ്യിൽ കാലാകാലങ്ങളിൽ മാറാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആളുകൾ ആ ഒരു നിലപാടും ഒക്കെയാണ് അങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പൊ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റെസിഡൻസ് പഞ്ചായത്താണ് നമ്മുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ടും റവന്യൂ ഭൂമിയായി ബന്ധപ്പെട്ടും. കഴിഞ്ഞ 2 പ്രാവശ്യമാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി.
അന്ന് വലിയൊരു ആക്ഷേപം ഉയർന്നത് ഈ ജനസമ്പർക്ക പരിപാടി ഏതാണ്ട് ഒരു വില്ലേജ് ഓഫീസറുടെ ജോലിയാണ് എന്ന തരത്തിൽ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല അവിടെയാണ്. നമ്മളെല്ലാം താമസിക്കുന്ന ഈ ഭൂമിയിലാണ്. ഭൂമി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമി, പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന കെട്ടിട നിർമ്മാണം, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സപ്ലൈസിന്റെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യരംഗം, അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പൊ 70% മുഖ്യമന്ത്രിയുടെ അന്നത്തെ ജനസമ്പർക്ക പരിപാടിയിലെ പരാതികൾ ഭൂമി സംബന്ധമായിരുന്നു. ബ്രിട്ടീഷുകാർ 1900 ആ കാലഘട്ടത്തിൽ നടത്തിയ ഒരു സ്കെച്ചും അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സ്വന്തമായ ഒരു സ്കെച്ച് ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് റീസർവേ നടത്തി വളരെ സമഗ്രമായി അപാകതകൾ മാറ്റിക്കൊണ്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കാനും അത് ഓൺലൈനിൽ കൊണ്ടുവരാനും ഭൂമി സംബന്ധമായി പരാതികൾ കുറയ്ക്കാനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത്ര നാളായിട്ട്. എപ്പോഴും വരുന്ന അങ്ങനെയാണ്. 33 തട്ടാണ് സാർ ഭൂമി സംബന്ധമായി ഒരാളിന്റെ ഭൂമി മറ്റൊരാളിന്റെ കയ്യിലായി അയൽവാസിയുടെ പുരയിടത്തിൽ കുറച്ച് ഭൂമി സ്വന്തം കിടക്കുന്നു. ഒരു പരാതി കൊണ്ടുവന്ന് വില്ലേജിൽ കൊടുത്താൽ 33 പ്രാവശ്യം അതിന്റെ തട്ട് പോകണം. അത് വില്ലേജിൽ പോകുന്നു, വില്ലേജിൽ നിന്ന് തഹസീൽദാരുടെ പോകുന്നു, അവിടെ ഓരോ സീറ്റ് മറികടന്ന് പോകുന്നു, അവസാനം അത് അളക്കാനുള്ളിടത്തേക്ക് പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ എത്ര സങ്കീർണതയാണ്. കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് മടിച്ചു പോകും. ഇത് നടപ്പിലാക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളോട് ഒരു പരിധി വരെ ചില ആളുകൾക്ക് ഈ സങ്കീർണമായ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എതിർപ്പുണ്ടാകുന്നത്. ഞങ്ങളാരും ഭീകരജീവികളൊന്നുമല്ല. ഞങ്ങളോട് അങ്ങനെയാണ് സങ്കീർണമായ ചട്ടങ്ങൾ അത് ലഘൂകരിച്ചുകൊണ്ട് തട്ട് കുറച്ചുകൊണ്ട് ടെക്നോളജി സ്മാർട്ടായി വർക്ക് ചെയ്യാൻ, എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ അതിനോടൊരു മാറ്റം കൊണ്ടുവരണം. തസ്തിക മാറ്റി പുനർവിന്യസിച്ചു എന്നുള്ളതല്ല, സാങ്കേതികമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ അമേരിക്കയിൽ ന്യൂയോർക്കിൽ നിന്നുള്ള നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടി. അത് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ ഗംഭീരമായ പെർഫോമൻസ് നടത്തിയത് കൊണ്ടാണ്. ആ സെക്ടറിലൊന്നും ഒരു ദോഷവും വന്നിട്ടില്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും മാസ്കോ N95 ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഫൈറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പൊ വർക്ക് അറ്റ് ഹോം നടക്കുന്നു. IT മേഖലയിലൊക്കെ വർക്ക് അറ്റ് ഹോം എഫക്റ്റീവാണ്. കാരണം അവിടുത്തെ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സർക്കാർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് മേഖലയാണ്. ഇപ്പൊ ടെലിമെഡിസിൻ കേരളത്തിലെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൽ ആശങ്കയുണ്ട്. അത് ഓരോ ഡോക്ടർക്ക് ഇവിടുത്തെ ഒരു കൺവെൻഷണൽ മെത്തേഡ് അങ്ങനെയാണ്. രാഷ്ട്രീയ നേതൃത്വം ഈ പറയുന്നതിന് പെട്ടെന്ന് ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വം ഒന്നുമല്ല ഈ ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം. അവരതിന്റെ ഒരു കൺവെൻഷണൽ മെത്തേഡിലേ പോകൂ. അത് പെട്ടെന്ന് മാറ്റി ഒരു IT-യുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാക്കി എല്ലാം ഡിജിറ്റലൈസ് ആയി ആരോട് കോണ്ടാക്ട് ചെയ്യാത്ത ഒരു അവസ്ഥയൊന്നും സൃഷ്ടിക്കാൻ പെട്ടെന്ന് ഭരണ നേതൃത്വം ഒന്നും തയ്യാറായില്ല. അതിങ്ങനെ ഒരു ലാഗ്യമായി പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അഴിമതി വരുന്നു. സർവീസിൽ എപ്പോഴും പറയുന്നതാണ് അഴിമതി ഉണ്ടാകുന്നു. സർക്കാർ സർവീസിൽ അഴിമതി മേൽത്തട്ടിൽ നിന്ന് താഴോട്ടാണ് ഉണ്ടാവുന്നത്. താഴെ ആരും ഏതെങ്കിലും ഒരു ജീവനക്കാരോ ആരെങ്കിലും ചെയ്യുന്നതല്ല, അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. മേളിൽ നിന്ന് അങ്ങനെ ഒരു പ്രാക്ടീസ്, മെല്ലപ്പോക്ക് നയം, എന്തെങ്കിലും നേരത്തെ ഇവിടെ ജയകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുന്നവർ ആഡിറ്റിന്റെ നൂലാമാലകൾ, അവർ പിന്നെ പെൻഷൻ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, അവരെ ഒറ്റപ്പെട്ട് വേട്ടയടക്കം, രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റുക, ഇഷ്ടമില്ലാത്തവരെ മാറ്റുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനൊക്കെ ഒരു കാലോചിതമായ മാറ്റം വരുത്താൻ അവയർനെസ് ഉണ്ടാക്കേണ്ടത് ജനങ്ങളിൽ തന്നെയാണ്. ജനങ്ങൾക്കാണ് അങ്ങനെ ഒരു ബോധം വരേണ്ടത്. ഞങ്ങൾ ഒരിക്കലും ഒരു ഭീകരരായി ഇപ്പൊ ബ്യൂറോക്രസി എന്നുള്ള രീതിയിലാണ് ജയകുമാർ സാർ ചെറുതായ ലക്ഷ്യത്തിൽ ചർച്ച നടക്കുന്നത് തന്നെ. ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ ദുഷ്ഭരണം എന്നുള്ളൊരു ധ്വനി, അല്ലെങ്കിൽ അത് ഭരണക്രമമാണ് എന്നുള്ള രീതിയിൽ ഡെമോക്രസി എന്ന് പറയുന്ന പോലെയാണെങ്കിൽ ഓക്കെ. എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ആരാണ് അങ്ങനെ ഒരു സർവീസ് ഡെലിവറി ചെയ്യാതെ ബോധപൂർവ്വം പിടിച്ചു കാര്യം ചെയ്യില്ല. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യുന്നവരും കുറച്ച് ജോലി ചെയ്യുന്ന അതൊക്കെ ഗവൺമെന്റ് കോമണായി അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. PSC പരീക്ഷ എഴുതി ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ഒരാളിന്റെ സർവീസ് പർച്ചേസ് ചെയ്യുകയാണ് ഗവൺമെന്റ്. അയാളെ കഴിവ് ക്രയശേഷി വാങ്ങുകയാണ്. 56 വയസ്സാകുമ്പോഴേക്കും ഇപ്പൊ ജയകുമാർ സാറിനെയൊക്കെ കണ്ടാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. 56 വയസ്സ് നല്ല ആരോഗ്യമുള്ള സമയത്ത് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായി കരുത്തായിരിക്കുമ്പോഴാണ് ഒരാളുടെ സർവീസ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഇന്ത്യയിലെ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രായം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ സർവീസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവരെയൊക്കെ അത് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ അതിനെ ആ ചട്ടക്കൂട്ട് മാറ്റിയെടുക്കണം.
അല്ലാതെ പുനർവിന്യാസം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ സംഘടിത തൊഴിലാളി വർഗമായി നിൽക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്യാതെ വൈമനസ്യം കാണിക്കുന്നു എന്ന ധ്വനിയിലേക്കല്ല വരേണ്ടത്. ഇവിടെ കാതലായ മാറ്റം കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അക്ഷയ വഴി 2700 കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. 255-ലേറെ സേവനങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോർട്ടലും സംവിധാനങ്ങളും സ്മാർട്ടായി വർക്ക് ചെയ്യുവാനുള്ള, സമയമെടുത്ത് വൈകുന്നേരം വരെയല്ല, സ്മാർട്ടായിട്ട് ചിട്ടയായിട്ട് വർക്ക് ചെയ്ത് പെട്ടെന്ന് തീർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. അല്ലാതെ ഞങ്ങൾ പെൻഷൻ പ്രായത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. തൽക്കാലം ഭരണം സംവിധാനങ്ങൾ നന്നാക്കാൻ മാത്രം സംസാരിച്ചാൽ മതി എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ അതിൽ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ, താങ്ക് യു. നമ്മള് പിന്നെ ശ്രീ പ്രേംകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശ്രീ ഹരീന്ദ്രനാഥിനെ ഒന്ന് കേൾക്കാം. ഫോമർ ലോ സെക്രട്ടറിയാണ്. ഇതിലും കേട്ടിട്ട് ഞാൻ NGO യൂണിയൻ പ്രസിഡന്റിലേക്ക് തിരിച്ചു. ശ്രീ ഹരീന്ദ്രനാഥ്, ജില്ലാ ജഡ്ജിയായ ശേഷം പിന്നീട് 3 കൊല്ലം അക്കാഡമിയുടെ ഭാഗമായിട്ട് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിലും പിന്നീട് കേരള ജുഡീഷ്യൽ അക്കാഡമിയിലും പ്രവർത്തിച്ച ശേഷമാണ് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് ലോ സെക്രട്ടറി ആയിട്ട് വരുന്നത്. എനിക്കൊരു വേറെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ബ്യൂറോക്രസിയുടെ ഭാഗമായി ലോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. എനിക്ക് പ്രധാനമായിട്ട് പറയാൻ ഉള്ളത്, ഒരു കുറ്റമായിട്ട് കരുതേണ്ടതില്ല, പലപ്പോഴും നമ്മൾ ഈ ബ്യൂറോക്രസിയുടെ ഡിപ്പാർട്ട്മെന്റ്സ് ദേ വർക്ക് ഇൻ സിലോസ്, ഐസൊലേറ്റഡ് സിലോസിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലുമുള്ള അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വരുമ്പോൾ ഗവേണൻസിന് കാര്യമായ കാലതാമസം വരുന്നു. നമ്മുടെ ഭരണഘടനാനുസൃതമാണല്ലോ, ഞാൻ നിയമം പറയാനാണ് ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടനാനുസൃതമായിട്ടാണ് നമ്മുടെ ഭരണചക്രം മുന്നോട്ട് നീങ്ങുന്നത്. ആർട്ടിക്കിൾ 154 പ്രകാരം ഗവർണറിലാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ ഗവർണറിൽ അധികാരം നിക്ഷിപ്തമായി ആണെങ്കിലും ക്യാബിനറ്റിന്റെ ഉപദേശപ്രകാരമേ ഗവർണറിന് പ്രവർത്തിക്കാൻ സാധിക്കും. സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓർഡറുകളും ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് വരുന്നത്. പക്ഷെ എല്ലാ ഉത്തരവുകൾക്കും ക്യാബിനറ്റ് അഡ്വൈസ് സുസാധ്യമായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന റൂൾ 166 പ്രകാരം ഗവേണൻസിന് റൂൾ ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റിന് അധികാരം നൽകിയിട്ടുണ്ട്. ആ റൂൾ അനുസരിച്ചാണ് സെക്രട്ടേറിയറ്റിനെ ഡിപ്പാർട്ട്മെന്റുകളായി വിഭജിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ നൽകിയത്. നേരത്തെ ജയകുമാർ സാർ പറയുമ്പോൾ ഒരു പ്രധാന കാര്യം പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ഈ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പലപ്പോഴും മടിയുള്ള ഒരു അവസ്ഥയാണ് സെക്രട്ടേറിയറ്റിലും. പ്രധാനമായിട്ടും മിനിസ്റ്റേഴ്സും അവരുടെ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പല കാര്യങ്ങളും ഈ ബ്യൂറോക്രസിക്ക് ഡെലിഗേറ്റഡ് അധികാരങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ. ഞാൻ തന്നെ ഈ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാനൊരു നിയമോപദേശം കൊടുക്കുന്നത് അതാണ് ഡിപ്പാർട്ട്മെന്റിൽ പോയ ശേഷം ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കണ്ട ശേഷം, അപ്പോൾ ഒരുപാട് കാലതാമസത്തിന് ശേഷമാണ് ഇത് ഒരു തീരുമാനമായിട്ട് വരുന്നത്. ഈ ചെറിയ ചെറിയ പല കാര്യങ്ങളും മിനിസ്റ്റേഴ്സിന് ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ എല്ലാ നിയമവും കാലാനുസൃതമായിരിക്കണം. കാരണം ഗവേണൻസ് ഇന്നത്തെ കാലത്ത് വേഗത്തിലായിരിക്കണം. കാലം വളരെ ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂൾസ് ഓഫ് ബിസിനസ് 166(3) പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സിൽ കാലാനുചിതമായിട്ട് സമഗ്രമായ മാറ്റം അത്യാവശ്യമാണ്. നമ്മുടെ ഗവേണൻസ് ദ്രുതഗതിയിലാവണമെങ്കിൽ അതാണ്. രണ്ടാമത്, ഈ നമ്മുടെ പല നിയമങ്ങളും നമ്മളെ ഇപ്പൊ മിസ്റ്റർ ജയകുമാർ പറഞ്ഞത്, ചവറ ജയകുമാർ പറഞ്ഞത്, ഈ നമ്മളെ ഈ പോക്കുവരവ് നടത്താനും പലതിലും കാലതാമസങ്ങൾ വരുന്നത് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മിക്കവാറും നമ്മളുടെ വ്യവഹാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പിന്നെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882, ഇന്ത്യൻ പീനൽ കോഡ് ആണെങ്കിൽ 1831. അപ്പൊ ഈ വക നിയമങ്ങൾക്കൊക്കെ നമ്മൾ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും.
1882 ഈസ്മെന്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമാണ്. വളരെ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ട്. വിദേശത്ത് നിന്ന് കുറച്ച് പണം സമ്പാദിച്ച ഒരാൾ 15 സെന്റ് കോഴിക്കോടിനടുത്തൊരു സ്ഥലത്ത് വാങ്ങി. 2 കോടതികളിലും അദ്ദേഹത്തിന്റെ വസ്തുവിൽ കടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ഈസ്മെന്റ് എന്ന് പറയുന്ന അവകാശം നമ്മുടെ വസ്തുവിന്റെ ഉപയോഗത്തിന് അനുഭവത്തിനായി അടുത്ത ആളുടെ വസ്തു ഉപയോഗിക്കുന്നതിനെയാണ് ഈസ്മെന്റ് അവകാശം എന്ന് പറയുന്നത്. അതായത് തൊട്ടടുത്തുള്ള വസ്തുവിനുള്ള അവകാശമാണ് ഈസ്മെന്റ് അവകാശം. ഈ ഈസ്മെന്റിന്റെ നിയമത്തിന് വളരെ സങ്കീർണമാണ്, സാങ്കേതികവുമാണ്. അതിന്റെ പ്ലീഡിങ്സ് കൃത്യമല്ലെങ്കിൽ കേസ് തള്ളിപ്പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ വസ്തു വാങ്ങിയ ഇയാള് 2 കോടതികളും തോറ്റ ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാനിത് ഹൈക്കോടതിയിൽ അഭിഭാഷകനായപ്പോൾ ഇത് മുഴുവൻ മറിച്ചു നോക്കിയ ശേഷം പല ഹൈക്കോടതിയുടെ വിധിയിലും പറയുന്നത് മറ്റൊരാളുടെ വസ്തുവിനുള്ള അവകാശമായതുകൊണ്ട് ഇറ്റ് ഇസ് എ പ്രിക്കേറിയസ് റൈറ്റ് ആണെന്ന്. ഈസ്മെന്റ് ഇസ് എ പ്രിക്കേറിയസ് റൈറ്റ്. അതുകൊണ്ട് പ്ലീഡിംഗ് ഷുഡ് ബി പ്രിസൈസ്. ഈ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ, അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല, ഇപ്പൊ നല്ല അഭിഭാഷകനായി തീർന്നിരിക്കുകയാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിനുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ട് പ്ലീഡിങ്സ് അബദ്ധവശാൽ എഴുതിയത് കൊണ്ട് 2 കോടതിയും തോറ്റു. പിന്നെ ഈ ഹൈക്കോടതിയിൽ വന്നപ്പോ ഭാഗ്യവശാൽ നല്ലൊരു ജഡ്ജിയുടെ അടുത്ത് കെട്ടി അത് റിമാൻഡ് ചെയ്തു. ഈ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ടെക്നിക്കലായിട്ട് നോക്കുന്ന ജഡ്ജിമാർ, കാരണം ജഡ്ജസും ഹ്യൂമൻ ബീങ്സ് ആണ്, അവർ വരുന്ന പ്രയോർ എലിമെന്റ്സ് വെച്ചിട്ടാണ് ഡിസിഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്നത്. അത് പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഹെലികോപ്റ്റർ വെച്ചിട്ട് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോകാനായിട്ട്. ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾക്കുള്ളത്. എൻ്റെ അടുത്തൊരു, ഞാൻ അഭിഭാഷകന്റെ പേര് പറയാൻ അനുവാദമില്ലാത്തത് കൊണ്ടാണ് പ്രഗത്ഭനായ ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഈ ഈസ്മെന്റ്സ് ആക്ടിൽ തന്നെ കേസ് നടത്തിയതിനെ പറ്റി പറയുന്നത്. അതായത് ഈ താക്കുമായിട്ടുള്ള വസ്തുവാണ്, മുകളിലുള്ള വസ്തുവിലെ ഓടിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടി മഴക്കാലത്ത് താഴെയുള്ള വസ്തുവിൽ പതിക്കുന്നതാണ് കേസിന് ആധാരം. ഇത് വലിയ പ്രഗത്ഭനായ ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പാകെ ഒരു 10-15 പുസ്തകങ്ങളൊക്കെ നിരത്തി പാഠത്തിന് തയ്യാറായി 2 അഭിഭാഷകർ നിരന്നു നിന്നു. അപ്പോ ഞങ്ങൾ ജഡ്ജിമാർക്ക് ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് തീർക്കണമെന്നുണ്ട് കേസ്. അധികം വാദം നടത്തി കഴിഞ്ഞാൽ ഇക്കണോമിക് യൂസേജ് ഓഫ് ജുഡീഷ്യൽ ടൈം നടക്കില്ല. പക്ഷെ ജഡ്ജി എടുത്തപ്പോൾ തന്നെ വളരെ രസികനായ ജഡ്ജിയാണ്. അദ്ദേഹം ചോദിച്ചു, ഇത് എന്താണ് ഈ കേസ്? അപ്പൊ പറഞ്ഞു, ഇത് നാച്ചുറൽ റൈറ്റ് ആണോ അല്ലെങ്കിൽ ഈസ്മെന്റ് ആണോ എന്നുള്ളതാണ് മിലോഡ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ഓഫ് ലോ അതാണെന്ന്. ജഡ്ജി വളരെ രസകരമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ 2 കോടതിയിൽ കഴിഞ്ഞ് ഇത്രയും പുസ്തകങ്ങളും ഒക്കെ നിരത്തി കക്ഷികൾ വളരെയധികം പണവും ചെലവാക്കി കാണും. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിരുന്നു. അപ്പൊ അവിടെ 15 രൂപയ്ക്ക് പാത്തി എന്നൊരു സാധനം കിട്ടും. അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. ഞാൻ പറയുന്നത് ഈ 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന ലാൻഡ് റിലേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഈസ്മെന്റ്സ് ആക്ട് വന്നിട്ടുള്ളത്. സമഗ്രമായ മാറ്റം ഇതിന് അത്യാവശ്യമാണ്. പക്ഷെ അഭിഭാഷകരും പറയില്ല, ഒരുപക്ഷെ ഇതിൽ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. വിധി കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ കക്ഷിക്ക് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. നമ്മളെ ഈ ജയകുമാർ പറഞ്ഞതിൽ തന്നെ ഞാൻ വരാം. പോക്കുവരവ് നടത്താനായിട്ട് കാര്യമായ ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ല. ലാൻഡ് ടാക്സ് ആക്ട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ടാക്സ് നൽകാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾ എന്ന് കൊണ്ടൊരു റൂളുണ്ട്, അതിലാണ് നമ്മൾ പോക്കുവരവ് നടത്തുന്നത്. ദാറ്റ് ഇസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി റൂൾ. അത് സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമല്ല. നോൺ സ്റ്റാറ്റ്യൂട്ടറി റൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഇപ്പം സ്റ്റോർ പർച്ചേസ് മാനുവൽ ഉണ്ട്. സ്റ്റോർ പർച്ചേസ് മാനുവൽ അനുസരിച്ചാണ് നമ്മൾ പല കോൺട്രാക്റ്റുകളും സർക്കാർ ഏർപ്പെടുന്നത്. പക്ഷേ സ്റ്റോർ പർച്ചേസ് മാനുവലും നോൺ സ്റ്റാറ്റ്യൂട്ടറി റൂളാണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് 1872 ഉണ്ടാക്കിയിട്ടുള്ള ജെയിംസ് ഫിറ്റ് സ്റ്റീഫൻ എഴുതിയിട്ടുള്ള കോൺട്രാക്ട് ആക്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കോൺട്രാക്റ്റിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റേറ്റിന് ഉതകുന്ന രീതിയിൽ നിയമങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഈ നിയമങ്ങൾ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാനും ഒരുപാട് കടമ്പകളുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു കോപ്പിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. ഫെഡറൽ പാർലമെന്റും സംസ്ഥാന നിയമസഭകൾക്കും അതിൽ നിർവഹിച്ചിട്ടുള്ള അധികാരങ്ങളൊക്കെ ഒരു സിലോ ആണ്. പിന്നെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളം ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അത് സെൻട്രൽ നിയമത്തിനെതിരാണെങ്കിൽ സെൻട്രൽ ലോ വിൽ പ്രിവെയിൽ. സെൻട്രൽ ലോ, കേരളം നിയമം ഉണ്ടാക്കിയ ശേഷം സെൻട്രൽ ലോ വന്നാലും ദി സെൻട്രൽ ലോ വിൽ പ്രിവെയിൽ. പിന്നെ അത് പ്രിവെയിൽ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത് പ്രസിഡന്റിന് അയച്ചു കൊടുത്ത് പ്രസിഡന്റിന്റെ അസന്റ് വാങ്ങിയാൽ മാത്രമേ കേരള നിയമത്തിന് സാധ്യതയുണ്ടാവുള്ളൂ. ആർട്ടിക്കിൾ 254(2) പ്രകാരം. ഈ പ്രസിഡന്റിന് പലപ്പോഴും അയച്ചു കൊടുക്കുമ്പോൾ
ഇതിന് സാങ്ഷൻ കിട്ടാതെ കേരളത്തിൽ തന്നെ ഒട്ടനവധി നിയമങ്ങളുണ്ട്. കാരണം നമ്മുടെ മലയാള ഭാഷാ വ്യാപനവും എന്നുള്ള നിയമമുണ്ട്. അത് KC ജോസഫ് സാംസ്കാരിക മന്ത്രിയായപ്പോൾ പാസ്സാക്കിയ നിയമമാണ്. ആ നിയമം ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് 2015 മുതൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2020 അതിന് ഇത് കിട്ടിയിട്ടില്ല, പ്രസിഡൻഷ്യൽ അസെന്റ് കിട്ടിയിട്ടില്ല. കാരണം അത് അന്ന് ഗവർണർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഗവർണർ പറഞ്ഞിരുന്നത് അത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് ട്രൈലിംഗ്വൽ ഫോർമുലയ്ക്ക് എതിരാണ് അതിലെ ചില വകുപ്പുകളിൽ നിന്ന്. അത് അങ്ങനെയാണ് അത് അങ്ങോട്ട് അയച്ചത്. തീർച്ചയായിട്ടും ട്രിബ്യൂണൽ ഉണ്ടാക്കി നമ്മൾ അയച്ചിട്ട് 6 വർഷത്തോടെ വെച്ചിട്ട് അവസാനം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അതെ, അതിന്റെ ആള് പ്ലാച്ചിമടയ്ക്ക് ഒരു ട്രിബ്യൂണൽ വേണമെന്ന് പറഞ്ഞു, കോമ്പൻസേഷൻ. അത് കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചു. ഈ അടുത്ത കാലത്താണ് സർ നമ്മള് ഈ കോമൺവെൽത്ത് ട്രസ്റ്റ് അക്വിസിഷൻ ആക്ട് അത് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് സങ്കീർണതകളുണ്ട്. കാരണം ഇപ്പൊ കോവിഡിന്റെ കാലത്ത് തന്നെ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കി. അതിന് നമ്മൾ പേര് കൊടുത്തത് എപ്പിഡമിക് ഡിസീസസ് ആക്ട് എന്നാണ്. 1897 പ്ലേഗ് വന്നപ്പോൾ അന്നത്തെ ഫെഡറൽ ലെജിസ്ലേച്ചർ പാസ്സാക്കിയ 1897 നിയമമാണ്. ആ നിയമം മലബാറിൽ മാത്രമേ ബാധകമാകുകയുള്ളൂ. കാരണം പാർട്ട് ബി സ്റ്റേറ്റ്സിൽ ബാധകമല്ല. കേരളത്തിന്റെ ഒരു ഭാഗത്ത് നിയമം ബാധകമല്ലാതെ വരുമ്പോൾ വേറൊരു ഭാഗത്ത് സെൻട്രൽ നിയമം ബാധകമായി വരികയാണ്. രണ്ടാമത് നമ്മളൊരു നിയമം ഉണ്ടാക്കി ഈ കോവിഡിന്റെ കാലത്ത് തന്നെ, കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട്. അത് നമ്മൾ പറയുന്നത് അത് ഹെൽത്ത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, ഹെൽത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന്റെ ശീർഷകം തന്നെ പറയുന്നത് കൊടുത്തിരിക്കുന്ന പേര് എപ്പിഡമിക് ഡിസീസസ് ആക്ട് എന്നാണ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഏത് പ്രിവെയിൽ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഇൻകൺസിസ്റ്റൻസി 2 നിയമങ്ങൾ വന്നാൽ ഏത് പ്രിവെയിൽ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം 2020 തന്നെ ഇത് നമ്മുടെ ഈ നിയമം പാസ്സാക്കി 3 ദിവസത്തിന് ശേഷം ഈ സെൻട്രൽ ആക്ടിന് ഇന്ത്യ മുഴുവനും ഒട്ടുക്കും പ്രാബല്യത്തിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പൊ 2 നിയമമാണ്. അപ്പൊ ഇത് നടപ്പിലാക്കാൻ വരുന്ന ബ്യൂറോക്രാറ്റിനോ അല്ലെങ്കിൽ ജഡ്ജിക്കോ ഒരു വലിയൊരു കൺഫ്യൂഷന്റെ ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ഇങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ വളരെ കൂലങ്കഷമായി പരിശോധിച്ച ശേഷം വേണം ഒരു റെസ്പോൺസ്, ലെജിസ്ലേറ്റീവ് റെസ്പോൺസ് വരേണ്ടത്. അത് എന്ന് ഞാനതിന് കുറ്റം പറയുമൊന്നുമല്ല. ലെജിസ്ലേറ്റീവ് റെസ്പോൺസ് അത്യാവശ്യമായിരുന്നു. അത് കേരളം പെട്ടെന്ന് കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടാൽ എന്ത് വരുമെന്ന് നമുക്ക് കോടതിയിൽ വെച്ച് പറയാൻ പറ്റും. 2, നമ്മൾ പല റെഗുലേഷൻസ് വരുമ്പോഴും ബ്യൂറോക്രസിക്ക് ഒരുപാട് അധികാരങ്ങൾ കൈവരുന്നുണ്ട്. കോടതിയേക്കാളും കൂടുതൽ അധികാരങ്ങൾ ബ്യൂറോക്രസിക്കാണ് റെഗുലേറ്ററി മെക്കാനിസം. പല റെഗുലേഷൻസും നമ്മൾ ഉണ്ടാക്കുന്നത് നിയമപരമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസും അല്ലാത്തതും ബ്യൂറോക്രസിക്കാണല്ലോ. ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ IT മേഖലയിലും IPR മേഖലയിലും ട്രേഡ് മാർക്കിന്റെ മേഖലയിലും ഒക്കെ പേറ്റന്റ് രജിസ്ട്രേഷന്റെ മേഖലയിലും ഒക്കെ കോടതിയേക്കാൾ കൂടുതൽ പെട്ടെന്നുള്ള നിവൃത്തി കൊടുക്കുന്നത് ബ്യൂറോക്രസിയാണ്. ഈ മാർക്കറ്റ് എക്കണോമി നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ്, ഐ എം നോട്ട് സേയിങ് എനിത്തിങ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമി ഈസ് ഗുഡ് പ്രൊവൈഡഡ് ഈ മാർക്കറ്റ് എക്കണോമിയിലുള്ള there is a level playing ground. ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഈ രാജ്യത്ത് നിയമങ്ങളൊക്കെ വരുന്ന കാലത്ത് റെഗുലേറ്റ് വരുമ്പോൾ ഈ റെഗുലേറ്ററി മെക്കാനിസം സംടൈംസ് ഇസ് ലോപ്പ് സൈഡ്. അത് there is a regulatory capture by the multinationals and big industrialists, which നമ്മുടെ ഈ polity is not really aware of that. അപ്പം of course we have to understand that ഈ ഡാറ്റ ഡിസമിനേഷൻ, നോവ ഹറാരിയുടെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 21st സെഞ്ചുറിയിൽ ഡാറ്റ ഇസ് ദി ഓയിൽ എന്ന്. സോ ഡാറ്റ ഡിസമിനേഷനെ കുറിച്ച് നമുക്ക് കാര്യമായ നിയമങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ല. ഒരു IT ആക്ടിൽ ചെറിയ 1-2 പ്രൊവിഷൻസ് ഉണ്ട്. പിന്നെ ഈ ഇന്റർനെറ്റിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമെന്ന് കോടതികൾ പരിശോധിക്കാമെന്നുള്ള നിയമങ്ങളില്ല. പലപ്പോഴും ഇന്റർനെറ്റിൽ വരുന്ന ഒരു 80% ഫേക്ക് ന്യൂസുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഈ ദ്രുതഗതിയിൽ മാറുന്ന സമൂഹത്തിൽ ഒരു ലീഗൽ റെസ്പോൺസിന് നമ്മൾ സന്നദ്ധരായിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനും തെറ്റില്ല, നമ്മൾ ചെയ്യേണ്ടിയിരിക്കുകയാണ്. കാരണം നമ്മളൊരു സിലോസിൽ വർക്ക് ചെയ്തിട്ട് വെറും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ബ്യൂറോക്രസിയുടെ സിലോസിൽ വർക്ക് ചെയ്യുന്ന ഈ സംവിധാനങ്ങളും അതുപോലെ ഡെലിഗേഷൻ
കൂടുതൽ ഡെലിഗേറ്റഡ് പവേഴ്സ് ബ്യൂറോക്രാറ്റ്സിന് കിട്ടുന്നത്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ബ്യൂറോക്രാറ്റ്സിന് സംവിധാനം നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വരേണ്ടതും അത്യന്താപേക്ഷിതമാണെന്ന് പറയാനാണ്. പിന്നെ ബാക്കി എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ഹരീന്ദ്രനാഥ്. ഏതായാലും ഇതിന്റെ പ്രസന്റേഷനിൽ ഒരു കാര്യം മനസ്സിലായത്, ഇത്രമാത്രം ലീഗൽ കൺഫ്യൂഷനാണ് അവിടെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് we should be proud of ourselves. ഈ കേവസിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം it is a mess, it's a tangled mess. എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ആർക്കൈക് ലോസിനെ കാലോചിതമായിട്ട് ഭാരതത്തിന് അനുകൂലമായിട്ട് we will come to the next speaker. സംസ്ഥാന പ്രസിഡന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ശ്രീ പ്രേംകുമാർ, E.Premkumar. പൊതു സേവന മേഖലകൾ ഗവൺമെന്റുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ COVID-19 ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഗൗരവമായ ചർച്ചയിൽ ഓരോരുത്തർ പങ്കെടുത്ത സമയത്തും വിവിധ വശങ്ങളെ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. സർവീസ് മേഖലയിലെ ഒരു ജീവനക്കാരൻ, ഒരു സംഘടന നേതാവ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും കോവിഡ് പഠിപ്പിക്കുന്നത് പൊതു സേവന മേഖലകളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അവിടെ പരിശോധിക്കപ്പെടേണ്ടത്, ഇവിടെ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ആമുഖമായി ശ്രീ ജയകുമാർ സാർ പറഞ്ഞത്, കേരളത്തിന്റെ സിവിൽ സർവീസിലെ ജീവനക്കാർക്ക്, സ്വാഭാവികമായി ജീവനക്കാർ എന്ന് പറയുമ്പോൾ ജീവനക്കാരുടെ സംഘടനകൾക്ക് ഈ പ്രക്രിയയിൽ രാസത്വരകമായി പ്രവർത്തിക്കാൻ കഴിയണമെന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ശ്രീ ജോൺ മുണ്ടക്കയം മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിലായിരുന്നാലും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ചർച്ചയ്ക്ക് ആധാരമായി അയച്ചു തന്ന കുറിപ്പ് പരിശോധിച്ചാലും കേരളത്തിന്റെ സർവീസ് സംഘടനകൾ കേരളത്തിന്റെ സിവിൽ സർവീസിലെ മാറ്റങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒരു ധ്വനി സൂചിക്കുന്നുണ്ട്. എനിക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ നൽകാനുള്ളത്, കേരളത്തിന്റെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് സേവന മേഖലയോടൊപ്പം ഇതൊരു തൊഴിൽ മേഖല കൂടിയാണ്. ഈ തൊഴിൽ മേഖലയുടെ താല്പര്യം തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സർവീസ് സംഘടനകൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് സേവന മേഖലയെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായും കേരളീയ സമൂഹത്തിനുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കേരളത്തിന്റെ സിവിൽ സർവീസിൽ വരുത്തേണ്ട അനിവാര്യമായ മാറ്റത്തെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ ചവറ ജയകുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംഘടനകളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഇന്ന് നേരത്തെ വിജയാനന്ദ് സാർ ഉൾപ്പെടെ പറഞ്ഞ മാന്യമായ പെരുമാറ്റമായിരുന്നാലും ജനങ്ങൾക്ക് യഥാവസരം സേവനം കൊടുക്കുന്ന കാര്യമായിരുന്നാലും ഇതിലെല്ലാം ഉള്ള പോരായ്മകൾ പരിഹരിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇടപെടുകയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത് 2 തവണ കേരളത്തിലെ സംഘടനകളുമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ച നടത്തി. തീർച്ചയായും അവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ സർവീസ് സംഘടനകൾ എന്ന നിലയ്ക്ക് കേരളത്തിന്റെ സിവിൽ സർവീസ് മെച്ചപ്പെടണമെന്നുള്ള പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിനോട് പൂർണ്ണമായി യോജിച്ചു പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷമാണ് കേരളത്തിന്റെ സിവിൽ സർവീസിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ചെറു ന്യൂനപക്ഷത്തെ ആകെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ സംബന്ധിച്ച് വളരെ ഗൗരവമായ പ്രതിപാദ്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ ഗൗരവമായി തന്നെ, പ്രത്യേകിച്ച് തങ്ങളുടെ ജോലി കൃത്യമായും ഓഫീസ് ചട്ടങ്ങൾ പ്രകാരവും ചെയ്യുന്നു എന്നത് ജീവനക്കാരുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. ഓഫീസ് മേധാവികളും സൂപ്പർവൈസറി തസ്തികയിലുള്ള ആളുകളും കൃത്യമായി ഇക്കാര്യം മോണിറ്റർ ചെയ്ത് പോവേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. എല്ലാ തലത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ യഥാസമയം നടത്തിക്കൊണ്ട് ഈ ഫയൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് കുടിശ്ശിക ജോലികൾ തീർക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ക്രിയാത്മകമായി പരിഹരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ സർവീസ് നിയമങ്ങളും ചട്ടങ്ങളും എല്ലാ ജീവനക്കാരെയും പഠിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനവും തുടർ പരിശീലനവും IMG ഉൾപ്പെടെയുള്ള, ഇപ്പൊ IMG ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും IMGക്ക് സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും എല്ലാ ജില്ലയിലും IMG പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇപ്പൊ ഭരണഭാഷ മലയാളമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും പൂർണ്ണമായി നടപ്പിലാക്കാത്ത നിരവധി ഈ വകുപ്പുകളുണ്ട് എന്നൊരു
ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാർ യജമാന മനോഭാവം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു ആക്ഷേപം നിലവിലുണ്ട്. തീർച്ചയായും അത്തരം സമീപന രീതി പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിൽ സർവീസിൽ വന്നാൽ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ കഴിയണം. അതോടൊപ്പം തന്നെ സർവീസിൽ തുടർന്നു വരുന്ന ആളുകൾക്ക് ഇൻ സർവീസ് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം നടത്തുവാൻ വേണ്ടി കഴിയണം. ഓരോ വകുപ്പിനും സംസ്ഥാന മേഖലാ തലങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള ഈ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഉള്ള ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം. ഇപ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന മേഖലകളാണ് കേരളത്തിന്റെ വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള. എൻ്റെ സുഹൃത്ത് ചവറ ജയകുമാർ അതിന്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾ ഈ കേരളത്തിന്റെ സർവീസ് സംഘടനകൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങൾ തിരിച്ചറിയുകയാണ്. എനിക്കിവിടെ ഈ പാനലിലെ ആളുകളെ സന്തോഷപൂർവ്വം അറിയിക്കാനുള്ളത്, കേരളത്തിന്റെ വില്ലേജ് ഓഫീസുകളുടെ സ്ഥിതി ശോചനീയമാണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. അവിടെ ഞങ്ങളൊരു സംഘടനാപരമായ ഇടപെടൽ നടത്തി. കേരള NGO യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്തെ പേരൂർക്കട വില്ലേജ് ഓഫീസ് 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പ്രശാന്ത് അതിന്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു. ഞങ്ങളൊരു 4 മാസം കൊണ്ട് സ്മാർട്ട് വില്ലേജ് 50 ലക്ഷം രൂപ സംഘടന ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത ആ സംഖ്യ ചെലവാക്കി ഈ വില്ലേജ് ഓഫീസ് നവീകരിക്കുന്ന പ്രവർത്തനം നടത്തണം എന്നുള്ളത് തന്നെയാണ്. വില്ലേജ് ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങളിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസ് നൽകുന്ന സേവനങ്ങൾ, പഞ്ചായത്ത് ഓഫീസ് നൽകുന്ന സേവനങ്ങൾ, അതിനുള്ള അപേക്ഷാ ഫോറങ്ങൾ എപ്രകാരമെന്ന് വ്യക്തമാക്കുന്ന ബ്രോഷറുകൾ പൊതുജനങ്ങൾക്കായി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. വരുന്ന ആളുകൾക്ക് ഇരിപ്പിടം, കുടിവെള്ളം, അതോടൊപ്പം തന്നെ ബാത്റൂം സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിന്റെ ഓഫീസുകളിൽ കൃത്യമായി ജനങ്ങൾ ബന്ധപ്പെടുന്ന മുഴുവൻ ഓഫീസുകളിലും ഇ ഗവേൺസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇ ഫയലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇതിനെയെല്ലാം ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ സിവിൽ സർവീസിൽ വരുത്തേണ്ട അനിവാര്യമായ മാറ്റങ്ങളെ കേരളീയ സമൂഹത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോകണമെന്ന് ജീവനക്കാരെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടന എന്ന നിലയ്ക്ക് തീർച്ചയായും ഇവിടെ ഉയർന്നു വന്ന എല്ലാ വാദഗതികളെയും കേരളത്തിന്റെ സിവിൽ സർവീസ് ജനോന്മുഖമാകണമെന്നുള്ള ചർച്ചയെ പൂർണ്ണ മനസ്സോടുകൂടി കേരള NGO യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ശ്രീ പ്രേംകുമാർ. നമുക്ക് വളരെ നല്ല നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് ഒരു റൗണ്ട് കൂടെ 1-2 സെന്റൻസ് പറയാൻ കിട്ടും. ബന്ധപ്പെട്ടാവുന്നു. റോഷൻ ജേക്കബ് കുറച്ച് നേരമായിട്ട് ലക്നൌവില് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റോഷൻ, come on the line. First of all, I think I should thank Manorama for this opportunity to share space with my esteemed seniors, although virtual. And it's also a great learning to listen to the experiences of others. There is not much wisdom I can bring to the discussion because I'm sitting before so much of experience of my seniors. മാത്രമല്ല, ഒരു കഴിഞ്ഞ 10-15-16 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് UP കാഡറിന്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെതായിട്ടുള്ള സാഹചര്യവുമായി ചേർന്ന് നിന്ന് അധികം സംസാരിക്കാനുള്ള പരിചയമോ ജ്ഞാനമോ എനിക്കില്ല. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സെക്ടറിന്റെ അകത്ത് നിന്ന് എന്റെ കുറച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ 1-2 ലേണിംഗ്സ് ഐ ക്യാൻ ഷെയർ ആൻഡ് ഹോപ്പ് ദാറ്റ് ദേ ആർ റെലവന്റ് ടു ദ ഡിസ്കഷൻ. ഇവിടുത്തെ കോവിഡിന്റെ നോഡൽ ടീമിലും ഞാൻ പാട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇന്നത്തെ ചർച്ചയ്ക്ക് പ്രസക്തമല്ല. ഒരു റവന്യൂ സെക്ടറിനെ എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ പോസ്റ്റ് കോവിഡ് attempts made to revive a revenue sector, maybe ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ റെലവെന്റ്. Governance post COVID, I think it is evolving and it is still game on and we are all learning things every day. മൈനിങ് സെക്ടറിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മൈനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇല്ലീഗൽ എന്നുള്ള ശബ്ദമാണ് ഉടനെ നമ്മുടെ തലയിൽ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പക്ഷേ ഇല്ലീഗൽ മൈനിങ് നിർത്തുന്നത് പോലെ തന്നെ to facilitate or to get legal mining done, that is also a challenge before the government because it is an essential commodity. Right from expressways to a person who is building a one-room house or a toilet, they also need especially minor minerals, കല്ലും മണ്ണും എല്ലാവർക്കും വേണം. അപ്പൊ അതിന്റെ സപ്ലൈ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന് മുമ്പിലുള്ള ഒരു വലിയ ചലഞ്ച്. ഇവിടെ ഗവൺമെന്റിന്റെ റോൾ ഇസ് ഓൾസോ ക്വൈറ്റ് കോംപ്ലെക്സ്. ഗവൺമെന്റ് ആസ് എ റവന്യൂ ഏർണർ, ഗവൺമെന്റ് ആസ് എ റെഗുലേറ്റർ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ആസ് എ സപ്ലയർ ആൻഡ് ഗവൺമെന്റ് ആസ് എ ബയർ. കാരണം നമ്മുടെ ഒരുപാട് ഗവൺമെന്റിന്റെ സ്വന്തമായിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്, അവിടെ നമ്മൾ പ്രൊക്യൂർ ചെയ്തു. അപ്പം ഓപ്ഷൻ ചെയ്തു ഗവൺമെന്റ്, വി ഹാവ് എ പോളിസി ഓഫ് സെറ്റിലിംഗ് അവർ മൈൻസ് ത്രൂ ഓപ്ഷൻസ്. നമ്മൾ ഓപ്ഷൻ ചെയ്തു, റവന്യൂ സർക്കാരിന് ആവശ്യമുണ്ട്, പൈസ കുറെ കിട്ടി. പക്ഷെ അപ്പൊ തന്നെ മിനറൽസിന്റെ വില കൂടാൻ പാടില്ല. വി ഹാവ് ടു കീപ് ദ പ്രൈസസ് ലോ സോ ദാറ്റ് ഇറ്റ് ഇസ് അഫോർഡബിൾ ടു ദ കോമൺ മാൻ. Again, we have to stop illegal, but we also have to ensure that the mineral is available and there is access to the public. അപ്പൊ അങ്ങനെ ഒരു ജെനറ്റിക്കലി മെസ്ഡപ്പ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണ് മൈനിങ്.
which became even a little more confusing post-COVID. COVID in the lockdown, the moment government went into second gear, there was a demand that mines start because minerals are the raw material and mining is the back end to the construction industry. നമ്മുടെ ഗവൺമെന്റിന്റെ ഹൈവേസ് എക്സ്പ്രസ് വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് ജനറലി ടു ഗിവ് എ പുഷ് ടു ദ ഇൻഡസ്ട്രി. മാത്രമല്ല ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഒരുപാട് നമ്മുടെ പ്രവാസി തൊഴിലാളികൾ മൈഗ്രന്റ് ലേബർ തിരിച്ചു വന്നു. അവർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് മൈൻസ് തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. The challenge before us was that, first of all, zoning regulations. Kore mines ake red zone and containment zone. So you have all the legal issues with opening such mines. Again, ഒരു general reluctance. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ആ സമയത്ത്. നമ്മള് പുറത്തിറങ്ങി എങ്ങനെയാ ഒരു കാര്യം ചെയ്യുന്നത്? Everybody was shut into their homes. So there was a reluctance generally to go out and work. There were operational hurdles, logistics issues. Like how do you ensure physical distancing? How do you ensure personal safety in a mine? ആ ഒരു പ്രോബ്ലം. മാത്രമല്ല നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഇൻഡസ്ട്രി സെക്ടർ റിവൈവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. So when you don't have ready demand, how do you motivate an industry to get up and going? അപ്പൊ അന്നേരമാണ് ഗവൺമെന്റിന് ഒരു ലീഗൽ അല്ല ഒരു ലോ ലൈസൻസ് കൊടുക്കുന്ന ഒരു അതോറിറ്റി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു റെഗുലേറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി ഗവൺമെന്റ് ഹാഡ് ടു ബിക്കം എ ഫെസിലിറ്റേറ്റർ ഓർ എ കാറ്റലിസ്റ്റ്. നമ്മളൊരു റിയാക്ഷന്റെ ആക്ടിവേറ്റർ ആയിട്ട് ഗവൺമെന്റ് ഹാഡ് ടു കം ഇൻ. അപ്പൊ ഞങ്ങൾ കോവിഡ് കാലത്ത് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഓഫീസിലാണ്. Because we had a greater role to perform. അപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറയാം. it is still a work in progress, but I will just share my learnings. First thing of all, നമ്മളൊരു ജിയോ ഇഷ്യൂ ചെയ്തു. mid-April itself, സർക്കാരിലെ എല്ലാ കാര്യത്തിലുള്ള പോലെ ആദ്യത്തെ തുടക്കം ഒരു ജിയോ ഇഷ്യൂ ചെയ്യാന്നുള്ളതാണ്. So we issued a geo that എല്ലാ മൈൻസും തുറന്ന് പ്രവർത്തിക്കണം. Of course, with some riders, like you have a COVID management plan. എല്ലാ മൈനിങ് വണ്ടികളെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് സാനിറ്റൈസ് ചെയ്യണം, ആൾക്കാർക്ക് പേഴ്സണൽ എക്യുപ്മെന്റ് കൊടുക്കണം, less machines and more, less manpower and more of machines, district collector approval and all such things. And we also put a clause that ഏതെങ്കിലും ഒരു ലേബററിന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിന്റെ ഫുൾ എക്സ്പെൻസ് ഡിസ്ട്രിക്ട് മിനറൽ ഫണ്ടിൽ നിന്ന് they can meet it. ഇതൊക്കെ പറഞ്ഞ് we issued a geo. But a geo is not a magic wand which can get anything going. So then we did 2 things. One is to address the genuine grievances of our clients. In this case, നമ്മുടെ client എന്ന് പറയുമ്പോൾ the concessionaires, the leaseholders, the contractors. മാർക്കറ്റിൽ ഒരു മാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മനുഷ്യന്റെ ജെനുവിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ തീർത്തു കൊടുക്കാൻ we tried very fast to do it. അവർക്ക് കരയാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ we tried to give a solution. And that was that അവരുടെ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ്, when you auction a mine, we also have an installment scheme. They have to pay hefty amounts of money to the government. The first thing we did was April മാസം മുഴുവൻ waiver കൊടുത്തു. മെയ് മാസത്തിലേതും പറഞ്ഞു നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ഒന്നും തരണ്ട, pay as you go. എത്രയും മൈനിങ് ചെയ്യുന്നോ അത്രയും മാത്രം പൈസ തന്നാൽ മതി. അതുപോലെ അവരുടെ ഈ കോവിഡ് കാലത്ത് എക്സ്പയർ ചെയ്ത എല്ലാ പെർമിറ്റ്സിനും 1 month എക്സ്റ്റൻഷൻ ഉടനെ കൊടുത്തു. നമ്മുടെ UPയുടെ കൺസെഷൻ റൂൾസ് അതുപോലെ സ്റ്റോറേജ് റൂൾസിലൊക്കെ ആവശ്യമായിട്ടുള്ള അമെൻമെന്റ്സ് ക്യാബിനറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആൻഡ് ലിബറൽ റെജീം. അതായത് മൈനിങ് ട്രക്സ് ഇഫ് ദേ ഹാവ് ടു ഗോ ഫാർ ദെൻ ഇറ്റ് ക്യാൻ സ്പ്രെഡ് എ ഫിയർ ദാറ്റ് ദേ ക്യാൻ ബി കാരിയേഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ മിനറൽസിന് ഒരുപാട് ദൂരം പോകാതെ തന്നെ അടുത്തൊക്കെ സ്റ്റോറേജ് കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ റെഫു വർക്ക് നമ്മൾ കുറെ ചെയ്ത് വി ട്രൈ ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി റെജീം. രണ്ടാമത്തെ കാര്യം സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റീവർക്കിംഗ് ദ പ്രോസസ്സസ് ടു ട്രൈ ആൻഡ് ഗിവ് എ പ്രൊസീജറൽ സിംപ്ലിസിറ്റി. മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റുകാർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ സർവീസസിനെയും വി മെയ്ഡ് ഇറ്റ് ഓൺലൈൻ. അപ്പൊ നമ്മൾ ഒരു കോമൺ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഫോർ ഓൾ മൈനിങ് സർവീസസ്, ഞങ്ങൾ അതിനെ പേര് വിളിക്കുന്ന മൈൻ മിത്ര എന്നാണ്. അതായത് പ്രോജക്ട്സോ പെർമിറ്റ്സോ ലൈസൻസോ മനുഷ്യന് എന്താണ് ആവശ്യമുള്ളത് മൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ അതിന് ഒരു ക്ലാർക്കിനെയോ കളക്ടറിനെയോ കാണാതെ ആരുടെയും ഓഫീസിൽ പോകാതെ അത് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം. ആൻഡ് അതിന്റെ സ്റ്റേറ്റ് ലെവൽ പെൻഡൻസി ഡയറക്ടർക്കോ CMനോ ആർക്കാന്ന് വെച്ചാൽ ആ പെൻഡൻസി കാണാനും പറ്റും. സോ ഡയറക്ടറിന്റെ പെൻഡൻസിയും കാണും. സോ വി ട്രൈ ടു ക്രിയേറ്റ് എ ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം. ആൻഡ് ഈ ഒരു കൊറോണയുടെ അവസരം ഉപയോഗിച്ച് വി ഓൾസോ പുട്ട് ഇൻ എ ഡീംഡ് ക്ലോസ് ദാറ്റ് if the permission is not given in 15 days, ചിലതിന് 15 ദിവസം ചിലതിന് 1 മാസം, if the permission is not granted in 15 days or 1 month, it shall be deemed to be given upon payment of royalty. അങ്ങനെ ഒരു ക്ലോസും കൂടി ഇട്ടു, thinking that we can clean up the interface and make it as transparent and as user friendly as possible.
രണ്ടാമത്തെ ഈ ഇന്റർഫേസിൽ തന്നെ ചെയ്ത ഒരു കാര്യം, ഞങ്ങളുടെ ബേസിക് ജോലി പെർമിഷൻ കൊടുക്കുക മാത്രമല്ല, സാധാരണ ആൾക്കാരിലേക്ക് മിനറൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ അതിനുവേണ്ടി ഒരു ഓൺലൈൻ മിനറൽ മാർട്ട്, ഇൻസിഡന്റ്ലി വി ആർ ലോഞ്ചിങ് ഇറ്റ് ടുമോറോ, വിച്ച് ഇസ് കോൾഡ് ദി UP മിനറൽ മാർട്ട്. സോ ഇതും അതാണ്, കൺസ്യൂമറിനെ ഡയറക്റ്റ് ആയിട്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക, സ്റ്റേറ്റ് മുഴുവനുള്ള മൈൻഡ്സിനെ ഡിജിറ്റൈസ് ചെയ്ത് അവരുടെ എല്ലാം ആൾക്കാർക്ക് അവരുടെ ഓപ്ഷൻ അനുസരിച്ച് വീട്ടിൽ ഇരുന്ന് ബുക്ക് ചെയ്ത് ആവശ്യമുള്ള മിനറൽ നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് ഡെലിവറി ചെയ്യിപ്പിക്കാൻ വേണ്ടി, സോ ദാറ്റ് ഇടയ്ക്കുള്ള തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്, ദലാലി പണി എല്ലാം നിർത്തി മനുഷ്യർക്ക് അനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഒന്നും കൊടുക്കാതെ മിനറൽ കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടത്തി. പിന്നെ ചെറിയ നമ്മുടെ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് വ്യവസ്ഥ, ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഒരു ഓഫ്ലൈൻ അറേഞ്ച്മെന്റ് ആയിരുന്നു. അത് നിർത്തിയിട്ട് ഫുള്ളി ഓൺലൈൻ പ്രീപെയ്ഡ് മന്ത്ലി അറേഞ്ച്മെന്റിലേക്ക് എല്ലാ ലീസ് ഹോൾഡേഴ്സിനെയും കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ദേ ക്യാൻ ഡു ദെയർ ട്രാൻസാക്ഷൻസ് ആൻഡ് ദേ ക്യാൻ പുട്ട് ദെയർ മണി ഇൻ ടു ദ ഗവൺമെന്റ് അക്കൗണ്ട്സ്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് ഗവൺമെന്റിനും കിട്ടി, അവർക്ക് കിട്ടി എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ റവന്യൂ കൂടി. Mining is the only department here which is showing more revenue than last year, and 80% കൂടുതൽ റവന്യൂ ഉള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, പ്രൊസീജിയർ സിംപ്ലിഫിക്കേഷന്റെ ബെനിഫിറ്റ് ഗവൺമെന്റിന് കിട്ടുന്നുള്ളതാണ്. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. All I'll say that the learning that I got out of the whole thing is that കോവിഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളൊരു പ്രതികൂല സാഹചര്യത്തിനെ ഒരു അവസരമായിട്ട് എങ്ങനെ കാണാം, how to translate a constraint into an opportunity. നമ്മുടെ ഒരു അൺബേർഡനിങ്, അതായത് ചിലന്തി വല അടിച്ചു മാറ്റുന്നത് പോലെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള ഈ ഭാരം, അതിന്റെ ആ വെയിറ്റ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഹൗ ടു എമേർജ് സ്ലിമർ ആൻഡ് മോർ ഫിറ്റ് ഫ്രം ദിസ് ഹോൾ എക്സസൈസ്, ആൻഡ് ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് ഇൻ ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മൈനിങ്ങിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ലീസ് ഓണേഴ്സും കോൺട്രാക്ടേഴ്സുമാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുക, വി ക്യാൻ ഫൈറ്റ് ഇറ്റ് ഔട്ട് ടുഗെദർ എന്നുള്ളൊരു ധൈര്യം. കാരണം മനുഷ്യർ അവരുടെ ക്യാപിറ്റൽ പോലും നഷ്ടപ്പെട്ട് വിഷമത്തിലിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക, ദാറ്റ് ഗവൺമെന്റ് ഈസ് വിത്ത് യു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദി തിങ്. That is all, sir. Anything else? If I get 2 minutes later, I'll say. Thank you so much. Thank you, Roshan. Because I'm really impressed by your great surge of energy, or positive energy in getting things done. Other bureaucrats അത് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ there is nothing like that. Because bureaucracy-ക്കകത്തുള്ള ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ്. So സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് അടിച്ചെങ്കിലല്ലേ ഈ കമ്പസ്റ്റ് നടക്കുള്ളൂ. So you are a spark plug bureaucrat ആണ്. And I'm so happy that you are enjoying what you are doing. Enjoyment is a carry. And I am also happy that the government has given you the kind of freedom and leeway in executing these things, which are quite, I should say, very revolutionary. Because I'm sure the Roshan parayatha karyam ennu parayunnathu idinathu എതിർപ്പുകൾ ഉണ്ടായിരിക്കാം, ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാവാം, എല്ലാം ഉണ്ടാവും. But I'm happy that you are exuding confidence, and I wish you all the best. What you have done is really a model for other states and other departments also. എല്ലാ വ്യവസായ വകുപ്പുകൾക്കും ജിയോളജി വകുപ്പുകൾക്കും എല്ലാം എന്തൊരു കൃഷി വകുപ്പിന് പോലും ഇതൊരു മാതൃകയാണ്. എസ്പെഷ്യലി ഐ ആം റിയലി ഇൻട്രസ്റ്റഡ് അബൌട്ട് യുവർ മൈൻഡ് മാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് അഗ്രി മാർട്ട് തുടങ്ങാം. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നയാൾ വാങ്ങിക്കുന്നയാൾ ചോദിച്ചു കൊടുത്താൽ. സോ ഐ എം ഹാപ്പി ടു സീ യു ആഫ്റ്റർ വൈൽ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. So now we have completed one round of discussion with all our participants. We have exactly 30 minutes before us. അതുകൊണ്ട് നമുക്ക് ഒരു റൗണ്ട് ക്വിക്ക് റെസ്പോൺസസ്. ആ ക്വിക്ക് റെസ്പോൺസസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടോ. I don't have to make a recap of what we have said. ഈ ക്വിക്ക് റൗണ്ടിൽ if we can sum up in 1 or 2 sentences as the summary of your recommendation. ഇതാണ് ഈ ബ്യൂറോക്രസി മാറുന്നതിന്, അല്ലെങ്കിൽ ബ്യൂറോക്രസി കോവിഡ് അനന്തര കാലത്ത് മാറ്റങ്ങളിൽ ഇത് വേണമെന്ന് പറഞ്ഞ 1-2 നിർദ്ദേശങ്ങളൊന്ന് പറയാമെങ്കിൽ we should be able to sort of consolidate our recommendations of this webinar. So we'll start with Vijayanath. Vijayanath, we can come back to you. Can you sum up 1 or 2 sentences what exactly we should do now? രണ്ട് പോയിന്റാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ സർവീസ് മോഡ് ഓഫ് ഗവൺമെന്റ് മൂവ്സ് ഫ്രം a welfare state to a caring state. It is personalized. അത് അശോക് പറഞ്ഞ അർത്ഥത്തിലല്ല, ഒരു വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം. Large parts of society require fair treatment from a person sitting behind it and table. A human treatment. ഒരു ഓഫീസിൽ പോയാൽ സന്തോഷമായിട്ട് ഇറങ്ങി വരുന്ന ഒരാൾ ആയിരിക്കണം റിയൽ സാറ്റിസ്ഫാക്ഷൻ. അതില്ല നമ്മൾ മെഷീൻ വെക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെക്കും എന്ന് പറഞ്ഞാൽ a trusted human should come back,
2 major unions leaders ഉണ്ട്. അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ any amount of technology, any amount of system law will not change. ഇത് എൻ്റെ experience from my middle youth till now, till today. Second ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയത് inclusive governance. നമ്മൾ പറയുന്ന governance ഒന്നും doesn't make any sense that most of the tribals, large sections of the traditional fisher crop, they are still outside the Kerala model. ഒരുപാട് സബ്സെക്ഷൻ ഇത് അവർക്കാണ് ഇനി എത്തിക്കണം. അത് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞിട്ട് ആദിവാസിയുടെ ഒരു കാര്യം നന്നായിട്ട് അറിയാം. എക്സാമ്പിൾ 3 years before 2010 ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ട്രൈബിന് പഞ്ചായത്ത് നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് നന്നാക്കണമെന്ന് പറഞ്ഞ് പോയി. 2016 നവംബറിലാണെന്ന് തോന്നുന്നു ചീഫ് മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തു. അന്ന് ഒരു one of the decisions was the Panchayat office should work with the Panchayat. It was working in Mona or Devigalam, even farther. It is shocking. എന്തിനാ പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നാറി വരണം, പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ ഇടമലക്കുടി പോവില്ല. ഇതൊരു ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് കേസാണ്. It does not come out much. ഞാനൊരു 3 മാസം മുമ്പ് തിരക്കിയപ്പോൾ that decision has not been implemented after 3 years. അപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് കാര്യത്തിൽ ഇടമലക്കുടിയിലെ പഞ്ചായത്ത് ഓഫീസ് ഫങ്ഷൻസ് area to walk 13-14 kilometers. Each type of thing നമ്മൾ മാറ്റാതെ civil service reform is not possible. It is in the details. That's the biggest. Thank you, Vijayanath. Now, Shivasankarലേക്ക് വന്നാൽ, Shivasankar, could you sum up in 1 or 2 sentences highlights of your recommendations? വിജയൻ സാർ പറഞ്ഞതുപോലെ ഈ എല്ലാ തലങ്ങളിലേക്കും ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു കെയറിംഗ് ഗവൺമെന്റ് എത്തണം എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് വേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷകൾ നമ്മൾ 5 ലക്ഷം അപേക്ഷകളാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. അത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാർ സൂചിപ്പിച്ച പോലെ ട്രൈബൽ മേഖലകളിൽ നിന്നോ ഫിഷർമെൻ മേഖലയിൽ നിന്നുള്ള അപേക്ഷകളുടെ എണ്ണം കുറവാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ സർക്കാർ സ്കീമുകൾ വ്യക്തികളിലേക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതിലൊരു കൃത്യമായ മെക്കാനിസം വേണം. അത് ഒരു പരിധിവരെയൊക്കെ സാങ്കേതികവിദ്യ ഒരു പരിധിവരെ സഹായിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ കോവിഡ് ആനന്തര കേരളത്തിന് ഗവർണൻസ്, അതിന്റെ ഭരണ സംവിധാനം അതിന്റെ രീതി മാറുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് വഴി സർവീസ് സംഘടനകളുമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് മാറുന്ന ഒരു പ്രോസസ്സാണ്. അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇനർഷ്യയുടെ വാൽമീകത്തിൽ നിന്ന് പൊതുവിൽ സൊസൈറ്റി പുറത്തു വന്നുകൊണ്ട് അതിന് ഡിമാൻഡ് വന്നു. പക്ഷേ ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. അങ്ങനെ സാങ്കേതിക വിദ്യ ഒരു അവിഭാജ്യ ഘടകമാകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സാങ്കേതിക പിന്തുണാ സംവിധാനം NIC-യും കെൽട്രോണും സിൻഡിറ്റും മാത്രം നൽകും എന്ന ഒരു ബലംപിടുത്തം അത് കേരളത്തിൽ നിർഭാഗ്യവശാൽ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായ അജൈലായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെയും സ്വകാര്യ മേഖലയിലുള്ള സംവിധാനങ്ങളെയും ഉപയോഗിക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാകേണ്ടത്. അതില്ല എന്നുണ്ടെങ്കിൽ we will be constrained by the capacity limitations of the government sector technology providers, and that is a very huge capacity constraint. Okay, thank you. Can we listen to your summing of 2 or 3 sentences, 2 or 3 points? സർക്കാരിന് ഈ ലിഖിതമായ കോഡുകൾ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു അറ്റത്ത് ഭരണഘടന തൊട്ട് മറ്റേ അറ്റത്ത് ഗവൺമെന്റിന്റെ റെസൊല്യൂഷൻസ് തൊട്ട് പ്രധാനമാണ്. കാരണം പുറകെ സർക്കാരിൽ എല്ലാവരും അസ്ഥിരമാണ്. ലോവസ്റ്റ് എംപ്ലോയി ടു ഗവർണർ ഒരു പീരിയഡ് ടെന്യൂർ വഹിക്കുന്നുള്ളൂ. അപ്പൊ രേഖ സൃഷ്ടിക്കാതെ അതിന്റെ ചാർത്തില്ലാതെ നമുക്ക് ആ പൂജ നടത്താനായിട്ട് പറ്റുകയില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോഡും പ്രാക്ടീസ് എപ്പോ നമുക്ക് ചേഞ്ച് വരുന്നോ അപ്പൊ അതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മളൊന്ന് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അതിനിവിടെ ഒരു ലോ റിഫോം സിസ്റ്റം കമ്മീഷനും ഒക്കെ ഉണ്ട്, പക്ഷെ അത് പോരെന്നാണ് കാണുന്നത്. അതൊന്ന് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സർക്കാർ ഈ പറഞ്ഞ ലിഖിതമായിട്ടുള്ള അതിന്റെ ചാർത്ത് കൂടാതെ ഒരു ആചരണം കൂടി ഉണ്ടല്ലോ. അപ്പൊ അത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംഗതി, ചാർത്തില്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 166(3) എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നേരത്തെ പറഞ്ഞ എംപ്ലോയിയുടെ കൈകാര്യം ചെയ്യുന്ന ആളിന്റെ കോമ്പിറ്റൻസ്, മിനിസ്റ്റർ വരെയുള്ള ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിറ്റുവേഷൻ വളരെ വളരെ പ്രധാനമാണ്. നിയമരഹിതമായിട്ട് ഗവൺമെന്റ്
നിയമത്തിന് വിരുദ്ധമായിട്ട് ഗവൺമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഡർ പോലും ജനങ്ങൾ താൽക്കാലികമായിട്ട് പാലിക്കും. ഇപ്പൊ നമ്മൾ ഈ കോവിഡ് സമയത്ത് ഗവൺമെന്റ് പറഞ്ഞ കുറെ കാര്യങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബാക്ക് പല ഗവൺമെന്റുകളും ഇതൊരാൾ വിശദീകരിച്ച് 5000-ലധികം ഗവൺമെന്റ് ഓർഡറുകൾ പുറത്തു വന്നു. പലതും സ്റ്റാറ്റ്യൂട്ടറി എന്നൊക്കെ ഒരു കേസ്, ഒരു ലോ പേപ്പർ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കോടതികൾ തൽക്കാലം സാഹചര്യത്തിൽ പ്രിസർവ് ചെയ്ത് പോയിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രസിഡന്റ് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും അത് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ഗവൺമെന്റുകൾ സ്ട്രോങ് ആയിട്ട് സർവീസ് സെക്ടർ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്താണ് കോവിഡ് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിച്ചത്. അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഗവൺമെന്റുകൾക്ക് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ലിബറൽ മാർക്കറ്റ് എക്കോണമിയിലെ മാനുഫാക്ചറിങ് സർവീസസ് ഉള്ള കമ്പനികളുടെ സേവനമില്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, PPE ഒക്കെ എവിടുന്നാണ് സോഴ്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൊറിയൻ മാർക്കറ്റിൽ നിന്നാണ്, ചൈനീസ് മാനുഫാക്ചറിങ് ഹബിൽ നിന്നാണ്, കുറച്ച് കാര്യങ്ങൾ യൂറോപ്പിൽ നിന്നാണ്. അത് നമ്മൾ പറയുന്ന ഡിറിജിസ്റ്റ് എക്കോണമികളിൽ നിന്ന് അധികം നമുക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ സ്വീഡൻ, സൗത്ത് കൊറിയ, ന്യൂസിലൻഡ് ഇവരൊക്കെയാണ് സമഗ്രമായ പ്രൈവറ്റ് സെക്ടർ മാനുഫാക്ചർ, ഇത് എക്കണോമിക് ഫ്രീഡം ഉള്ള രാജ്യങ്ങളിലാണ് ആദ്യം കോവിഡിനെ കൺട്രോൾ ചെയ്ത് വന്നിട്ടുള്ളത്. എന്റെ വിവാദത്തിലേക്ക് കിടക്കുകയല്ല. അപ്പൊ ഞാൻ ഈ പറയുന്നത് പ്രസിഡന്റും അഭിപ്രായങ്ങളും എപ്പോഴും എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം കൂടി നല്ലതായിരിക്കും. ബാക്കി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു ഭേദഗതി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു അശോക്. ജയകുമാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, ഈ നമ്മളൊക്കെ പ്രധാനമായിട്ടും ഒന്ന് ഒറ്റോട്ടത്തിൽ പറയാനുള്ളത്, ഈ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ അമാന്തം കൂടാതെ ചട്ടങ്ങൾ പരിഷ്കരിക്കണം എന്നുള്ളതാണ്. തസ്തികകൾ ആവശ്യമുള്ളിടത്ത് തസ്തികകൾ സൃഷ്ടിക്കണം, പുനർവിന്യാസത്തിനെതിരെ എന്നുള്ളതല്ല. ഇപ്പൊ പഞ്ചായത്ത്, റവന്യൂ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യം, പോലീസ്, ഇതൊക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്താലേ സംസ്ഥാനത്ത് ജനോപകാരപ്രദമായ ഒരു സിവിൽ സർവീസ് ഉണ്ടാകും, കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാകും. അതിന് അമാന്തം കൂടാതെ കോവിഡിന്റെ പശ്ചാത്തലത്തിലായാലും ഏതായാലും അതിനൊരു ധീരമായ തീരുമാനമെടുത്ത് ഗവൺമെന്റ് കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്, മാറി വരുന്ന ഏത് ഗവൺമെന്റുകളൊക്കെ ആയാലും അതുമായി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തിയ നല്ല രീതിയിൽ അതിന് ആ മേഖലയിൽ പണം ചെലവഴിക്കണം. അത് ഏത് രീതിയിലായാലും പദ്ധതികൾ കൊണ്ടുവന്ന് ജീവനക്കാരുടെ കയ്യിൽ, സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ അത് ചെയ്യാനുള്ള ആയുധം എന്ന് പറയുമ്പോൾ സാങ്കേതിക തികവ് അത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനുള്ള ഒരു സാങ്കേതിക തികവ് സൃഷ്ടിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് പോലെയുള്ള സൗകര്യങ്ങൾ മറ്റ് സ്വകാര്യ മേഖലയോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് സാർ. നമ്മളത് ഗവൺമെന്റ് പുറത്തോട്ട് പോവുകയും മറ്റ് മുതലാളിത്ത സ്വഭാവമുള്ള ആളുകൾ നല്ല ജനങ്ങളുടെ അവർക്ക് മറ്റ് സർവീസിലേക്ക് പോവുകയാണ്. അതുകൊണ്ടൊരു സേവനം സാധാരണക്കാരിലേക്ക് ഗവൺമെന്റ് എത്താൻ കഴിയില്ല. സേവനങ്ങൾ പണം കൊടുത്തു വാങ്ങുകയും അത് മുതലാളിത്ത സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യും. അഗതികളായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട അവർക്ക് സേവനം എത്തിക്കുന്നതിന് സർക്കാർ സംവിധാനം പുറകോട്ട് പോകുമ്പോൾ അവർ പകച്ചു നിൽക്കാതെ മറ്റു മാർഗമില്ലാതെ വരും. അത് ശ്രദ്ധിക്കണം. മനസ്സിലായി. പ്രേംകുമാറിന്റെ പ്രസന്റേഷൻ തന്നെ വളരെ പ്രിസൈസ് ആയിരുന്നു. എന്നാലും കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു സാഹചര്യം കോവിഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വരികയാണ്. ഗൾഫിൽ നിന്നുൾപ്പെടെ, പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിനായ ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ കാര്യങ്ങളോ എല്ലാം മുൻകൈയെടുത്ത് ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് സിവിൽ സർവീസിൽ വരുത്തേണ്ട മാറ്റത്തെ സംബന്ധിച്ച് നല്ല ജാഗ്രത ഉണ്ടാവണം എന്നുള്ള പൊതുവായ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ തുടങ്ങാനിരിക്കുന്ന സംരംഭങ്ങളിൽ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഇടപെടൽ രീതി കൊണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് അല്ലെങ്കിൽ അവർക്കും പ്രയാസമുണ്ടാവും, സമൂഹത്തിനും പ്രയാസമുണ്ടാവും. അപ്പോൾ ഈ ഗവേൺസ് ഉൾപ്പെടെ ഈ സാധാരണ ജനങ്ങൾ എത്തുന്ന മേഖലകളിലേക്ക് നടപ്പിലാക്കണമെന്നുള്ള ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം, അതിന് ആവശ്യമായ അവയർനെസ് സമൂഹത്തിന് ഉണ്ടാക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണം. അതിൽ മാധ്യമങ്ങൾക്കുണ്ടാവണം, വ്യക്തികൾക്കുണ്ടാവണം. ഇവരെല്ലാം മുൻകൈയെടുത്ത് ഒരു കൂട്ടായ്മയോടുകൂടി മാത്രമേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ വലിയ പ്രശ്നം, സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സർക്കാർ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാധാരണ ജനങ്ങളെ സൃഷ്ടിക്കാൻ ഗവൺമെന്റുകൾക്കും അതോടൊപ്പം തന്നെ സർവീസ് സംഘടനകൾക്കും ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയുടെ ഒരു കാര്യക്ഷമത എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി, ഈ ചർച്ചയുടെ പ്രസക്തമായ കാര്യമെന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഈ ചർച്ചയുടെ ഒരു സ്പിരിറ്റ് തന്നെ സ്വാഭാവികമായി ഞങ്ങളുടെ ഒരു ഭാവി പ്രവർത്തനത്തിന് ഉതകുന്ന തരത്തിലേക്ക് ഞങ്ങൾ
മാറ്റും. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചു തന്ന ഈ സെമിനാറിന് പ്രത്യേകിച്ച് മലയാള മനോരമയ്ക്ക് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പാനലിസ്റ്റ് അംഗങ്ങൾക്കും കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. താങ്ക് യു പ്രേംകുമാർ. രവീന്ദ്രനാഥ് പറഞ്ഞത് ഒരു തരത്തിൽ നോട്ട് ചെയ്തു. നിയമങ്ങളെല്ലാം മാറണം. സർ, ഈ ഒലിവർ വെൻഡൽ ഹോംസ് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് ലൈഫ് ഓഫ് ലോ ഇസ് നോട്ട് ലോജിക്, ഇറ്റ് ഈസ് ബീൻ എക്സ്പീരിയൻസ്ഡ് ആണ്. നിയമത്തിന്റെ ആധാരം ഈ തർക്കശാസ്ത്രമല്ല, അത് അനുഭവമാണ്. കാലത്തിന്റെ ആവശ്യകതകൾ, പ്രചാരത്തിലുള്ള ധാർമ്മിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും പൊതുനയത്തിന്റെ അവബോധം, പിന്നെ വിധികർത്താക്കൾ സഹമനുഷ്യരുമായി പങ്കിടുന്ന മുൻവിധികൾ, ഇവയൊക്കെയാണ് നിയമമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് ഈ നിയമങ്ങൾ സമഗ്രമായി മാറ്റാനുള്ള ഒരു ആവശ്യകതയുണ്ട്. രണ്ടാമത്, ഈ നമ്മള് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ ജോൺ ആഡംസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. We are not a government of men but of laws, which is equally applicable to India, because we can, as Ashok pointed out, you cannot have bureaucracy cannot work unless the rules of business permit you. So ഭരണശിലാകേന്ദ്രമായിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റില് അതിപ്രഗത്ഭന്മാരായ ബ്യൂറോക്രാറ്റുകൾ ഇപ്പോഴും ഉണ്ട്. So if they have to work and if they have to produce something, they have to have freedom, and for that ഈ റൂൾസ് ഓഫ് ബിസിനസ്സിന്റെ ഒരു സമഗ്രമായിട്ടുള്ള മാറ്റം ആവശ്യമാണ്. അത് മാത്രമല്ല, മറ്റു പലരും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻസും മാറേണ്ടത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ പവറിന്റെ, അധികാരത്തിന്റെ കോൺടൂവേഴ്സ്, ജൂറിസ്ഡിക്ഷണൽ കോൺടൂവേഴ്സ് ഏതാണെന്ന് പലപ്പോഴും നമ്മുടെ സബോർഡിനേറ്റ് സ്റ്റാഫിനോ പലരും അറിയാതെ വരുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് അവരുടെ ഈ മേഖല, അവരുടെ വർക്കിംഗ് പ്ലേസ് ഏതാണെന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു ട്രെയിനിങ് അത്യാവശ്യമാണ്. ആണെങ്കിൽ മാത്രമേ നമുക്ക് ദ്രുതഗതിയിൽ, ഇത്രയും സ്പീഡിൽ, നമ്മൾ 20-ാം നൂറ്റാണ്ട് പോയ സ്പീഡിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 21-ാം നൂറ്റാണ്ടിൽ വളരെ വേഗത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത നൂറ്റാണ്ടിലെ, കോവിഡിനെ മാത്രമല്ല, കോവിഡ് കഴിഞ്ഞിട്ട് ഈ കോവിഡ് 20 വരുമോ 21 വരുമോ എന്ന് നമുക്കറിയില്ല. വി ഹാവ് ടു ബി prepared for all these eventualities. That is what I would say. Thank you, Hareendranath. And one line, Roshan, could you say something for Kerala? Sir, ഞാൻ പറഞ്ഞില്ല എന്ന് സാർ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് വൺ ലൈൻ ദാറ്റ് ഞാൻ ഈ ഷെയർ ചെയ്ത കേസ് സ്റ്റഡി, ദാറ്റ് ഇസ് നത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ്. അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ Sir പറഞ്ഞ ആ പോയിന്റ് ആണ്. ഇറ്റ് ഇസ് എ വെരി റെയർ ചാൻസ് വെൻ ദ പൊളിറ്റിക്കൽ വിൽ, ദ പബ്ലിക് വിൽ ആൻഡ് ദ ബ്യൂറോക്രാറ്റിക് വിൽ ഓൾ come together or aligned in the right direction. അപ്പം നമ്മൾ ഇപ്പോഴുള്ള ഒരു അവസരം ഉപയോഗിച്ച് we can use COVID to make our procedures a little simpler, reworking things so that we can move with the times. അതുപോലെ തന്നെ ഒരു എക്സ്റ്റോർഷനിസ്റ്റ് എന്ന് ചിലപ്പോൾ തോന്നുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് ഇത് മാറി. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, അതിലേക്ക് വരാൻ എല്ലാവരുമായിട്ടും while we move apart physically, we have to move in closer and build a participatory model of working. And അത്രേ ഉള്ളൂ. Thank you, sir. Thank you very much. Thank you very much. I think this the spirit of this discussions-നകത്ത് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയം കോവിഡ് മാത്രമല്ല, കോവിഡ് ഇപ്പോൾ ഉണ്ടാക്കിയ സ്ഥിതിവിശേഷം, ടെക്നോളജി, 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബ്യൂറോക്രസി മാറേണ്ട, ഭരണ സംവിധാനങ്ങൾ മാറേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്ത മനസ്സിലാക്കുന്നത്. പിന്നെ റോഷൻ പറഞ്ഞതുപോലെ ഈ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് നമ്മൾ വളരെ കാലം ആഗ്രഹിച്ച മാറ്റങ്ങൾ അതുകൊണ്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിന് ഇതൊരു അവസരമാക്കി ഉപയോഗിക്കാൻ വേണ്ടി അവസരമാക്കി ഉപയോഗിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് ഫ്രം ഒരു കൺട്രോളിംഗ് സ്റ്റേറ്റ് ഓർ എക്സ്റ്റോർഷനിസ്റ്റ് സ്റ്റേറ്റിൽ നിന്നേക്കാളും വിജയാനന്ദ് പറഞ്ഞതുപോലെ നമ്മളൊരു കെയറിംഗ് സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള ഒരു അവസരം ഒരു സ്റ്റേറ്റ്, കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല, തടസ്സപ്പെടുത്തുന്ന സ്റ്റേറ്റ് മാറി ബ്യൂറോക്രസിയുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ സാധിക്കും. ചോദ്യകർത്താക്കളോട് എനിക്ക് മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഞാൻ വളരെ ഓടിച്ചു വായിച്ചു നോക്കിയപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് അക്ഷയ സെന്റേഴ്സിന്റെ റേറ്റുകളുടെ യൂണിഫോമിറ്റിയെ പറ്റി,
അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെ പറ്റി അങ്ങനെ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ചോദ്യരൂപത്തിലാണെങ്കിലും മുമ്പോട്ട് വന്നിട്ടുള്ള ആശയങ്ങളുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും മനോരമ കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളതിനകത്ത് ആശങ്കയില്ല. All these questions will be addressed with the due importance they deserve. തീർച്ചയായിട്ടും ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന 2-3 ചോദ്യങ്ങൾ നമ്മൾ ഇന്ററാക്റ്റീവ് മോഡ് എന്നുള്ളതിലേക്ക് അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കേൾക്കാൻ സാധിക്കും. വിജയരാഘവൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, in Delhi, Government of India has only one cabinet secretary and a DG for police force. Why should a small state like Kerala have multiple additional chief secretaries, multiple DGPs, and additional ADGP? Any reform should start from the top. It's like all employees, including senior IAS officers, are looking for their privileges and rights and not duties and accountabilities. ഇതിനകത്ത് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ കാര്യവും സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യവും നമ്മുടെ കൂട്ടി കുഴയ്ക്കുന്നതിനകത്ത് അർത്ഥമില്ല. ബിക്കോസ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഒരു മിനിസ്ട്രി തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് കൂടിയാലുള്ളതിനേക്കാളും വളരെ വലിയ 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 വകുപ്പുകളാണ്. റെയിൽവേ മിനിസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്ട്രി, ഹ്യൂജ് മിനിസ്ട്രീസ്. ഫിനാൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ്, കസ്റ്റംസും സകലമാന റവന്യൂ വേണ്ടിങ് എല്ലാം കൂടെ ചേർന്ന് ഹ്യൂജ് മിനിസ്ട്രീസ്. ഓരോ മിനിസ്ട്രിക്കും ഒരു സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറി തന്നെ വാസ്തവത്തിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി റാങ്കാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി. ഈ സെക്രട്ടറിമാരെ മുഴുവൻ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഉദ്ദേശം. ആൻഡ് ആ ക്യാബിനറ്റ് സെക്രട്ടറി ഗോസ് ടു ദ ക്യാബിനറ്റ്, യൂണിയൻ ക്യാബിനറ്റ് സെക്രട്ടറി ടു ദ ക്യാബിനറ്റ്. അപ്പോ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഒരാളെ ഉള്ളൂ. ഇവിടെ എന്തിനാണ് ഇത്രമാത്രം സെക്രട്ടറി എന്ന് ചോദിക്കുന്നത് ശരിയല്ല. ദി ഹോൾ സൈസ് ഓഫ് ദി സ്പെക്ട്രം കേന്ദ്ര ഗവൺമെന്റ് വ്യത്യസ്തമാണ്. അവിടെയും ഒരുപാട് സെക്രട്ടറിമാര് ഓരോ വകുപ്പിനുണ്ട്. പിന്നെ ഇവിടെ ADGP ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരുപാട് DGP ഉണ്ടാകുന്നു, ഒരുപാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകുന്നു. നമ്മുടെ സർവീസിൽ എത്തിപ്പെടേണ്ട ചില അവസ്ഥകൾ മാത്രമാണ്. ഇവിടെ പ്രൊമോഷൻ സ്പെഷ്യൽ സെക്രട്ടറി ആവുന്നു പിന്നെ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനുവേണ്ടി തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നു. നേരത്തെ ഉള്ള തസ്തികകളിലേക്ക് നമ്മുടെ കാലോചിതമായി മൂത്ത് വരുമ്പോൾ ആ തസ്തിക അവകാശപ്പെട്ടതാകുന്നു എന്നുള്ളതല്ലാതെ അതിനുവേണ്ടി അഡീഷണൽ ആയിട്ടുള്ള തസ്തിക സൃഷ്ടിക്കലൊന്നും തന്നെ ഇല്ല. ഇതിനൊക്കെ ചില വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ഭരണ നിർവഹണത്തെയോ അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയോ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നാണ്. ഇനി മറ്റൊരു ചോദ്യം ഇവിടെ ജേക്കബ് ജോൺ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഫൺ ഓഫ് ഹാവിംഗ് ഓഫീസ് ആൻഡ് വർക്ക് അറ്റ് ഹോം? ദർ ഈസ് നോ അക്കൗണ്ടബിലിറ്റി ഫോർ വർക്ക് ഫ്രം ഹോം. അപ്പോ ഓഫീസിലിരുന്ന് ജോലി ചെയ്തിട്ട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരാൾ വീട്ടിൽ കൊണ്ടുപോയി ജോലി ചെയ്താൽ അക്കൗണ്ടബിലിറ്റി. So the accountability does not change from where he works. It's a person who works that matters. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആ ജോലി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലും he will deliver. ഓഫീസിൽ ജോലി ചെയ്യില്ല എന്നുള്ള ആള് വീട്ടിലിരുന്ന് ജോലി ചെയ്തത് പ്രയോജനമില്ല. ശരിയാണ്, കോവിഡ് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ഇപ്പൊ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഓൾസോ കോൾസ് ഫോർ ബെറ്റർ അക്കൗണ്ടബിലിറ്റി. ഞാൻ വീട്ടിലായിരുന്നു, ജോലി ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ചേഞ്ചിങ് സിനാരിയോ ആണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളത്. നമ്മൾ നേരത്തെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ സർവീസിലുള്ളപ്പോൾ നമ്മുടെ ഫയലുകൾ പോലും വീട്ടിൽ കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ അത്ര കാര്യം എൻകറേജ് ചെയ്യുമായിരുന്നു. വളരെ സീനിയർ ഓഫീസേഴ്സ് കൊണ്ടുപോകും. ഇപ്പൊ ഫയൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല, യു ആർ ടേക്കിംഗ് വർക്ക് ഹോം. ഇറ്റ്സ് എ ന്യൂ സിറ്റുവേഷൻ. അപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഒരു ഒഴിവുവേളയായിട്ടല്ല, അത് പലപ്പോഴും ഒരു അക്കൗണ്ടബിലിറ്റിക്കുള്ള ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാക്കുമെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു ചോദ്യം, പിന്നെ what are the practical processes and activities to make revenue to the government for public welfare schemes? How the government can reduce operational expenses? ഇതെല്ലാം വളരെ വലിയ ചോദ്യങ്ങളാണ്. നമുക്കിപ്പോ ഒരു വെബിനാർ ഉത്തരം പറയാൻ പറ്റുന്നതല്ല. ഗവൺമെന്റിന്റെ അനാവശ്യമായ ചെലവുകൾ ചുരുക്കാൻ എല്ലാ ഗവൺമെന്റുകൾക്കും ബാധ്യതയുണ്ട്. എസ്പെഷ്യലി കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ we were passing through a very difficult economic situation. ചെലവുകൾ ചുരുക്കിക്കൊണ്ടുവരിക തന്നെയായിരുന്നു. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ കടുപ്പം ആയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്വയം കണ്ടുപിടിക്കാത്ത ഉത്തരങ്ങൾ കാലവും സാഹചര്യവും നമുക്ക് തരും. ചെലവ് ചുരുക്കിയേ പറ്റൂ എന്നുള്ള സ്ഥിതിയിലാണ്. ഇനി വാട്ട് ആർ ദി അശോക് കുമാർ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ക്യാൻ ബി ഡു ഫോർ ഇംപ്രൂവിംഗ് പബ്ലിക് റിലേഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫീസ്? ഞാൻ ഈ ചോദ്യം തിരഞ്ഞെടുത്തത് ഈ ഒരു ഒറ്റ ചോദ്യം മതി. നമ്മുടെ ഇന്നത്തെ സെമിനാറിന്റെ അല്ലെങ്കിൽ വെബിനാറിന്റെ എന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് ആ ചോദ്യം. പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാമെന്ന്, എങ്ങനെ നമസ്തേ പറയാമെന്നുള്ള വി ഹാവ് ടു ബിൽഡ് ഗുഡ് റിലേഷൻസ് വിത്ത് അവർ ക്ലയന്റീൽ. നമ്മുടെ ക്ലയന്റീൽ എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ വരുന്ന സാധാരണക്കാർ. അയാളുടെ സർവീസുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ അവരൊരു PRO വയ്ക്കുകയല്ല,
നല്ലൊരാളിന് നമസ്കാരം പറയുകയും ചിരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. വരുന്ന ആളിന്റെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തീർക്കാനായിട്ട് എവറി കൺസേൺഡ് പിന്നെ ജീവനക്കാരനും ഗവൺമെന്റിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറായി മാറുക എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ എല്ലാ ഓഫീസിലും പോയി പബ്ലിക് റിലേഷൻസ് തസ്തിക ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്റെ ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നു. എവരിബഡി ഷുഡ് ഡിഫൈൻ ദ സ്പിരിറ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ്. Can a bureaucracy do anything by itself than waiting for the instructions from ministers concerned? The ministers are often guided by political parties. ഈ ചോദ്യത്തിന് ഒരു ലേഖനം എഴുതാൻ പറ്റുന്ന മറുപടിയായിട്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ മന്ത്രിമാരുടെ നിർദ്ദേശം കേൾക്കുന്നത് എന്തോ ഒരു തെറ്റായ കാര്യമാണ് എന്നൊരു മുൻവിധി ഈ ചോദ്യത്തിലുണ്ട്. മറ്റൊരു മുൻവിധി, മിനിസ്റ്റേഴ്സ് ആർ ഓഫൻ ഗൈഡഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓൾ പബ്ലിക് എന്റിറ്റീസ്. അവര് രാജ്യത്തിനോട് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അവര് ഇലക്ഷനിൽ നിന്ന് മാനിഫെസ്റ്റോ പറഞ്ഞിട്ട് ആണ് അവരെ ആളുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കൂടെ തന്നെയാണ് ബ്യൂറോക്രസിയുടെ ജോലി. ദാറ്റ് ഇസ് സ്റ്റേറ്റ് പോളിസി. അതൊരു പാർട്ടിയുടെ പോളിസി അല്ല. പാർട്ടിയുടെ പോളിസി ഗവൺമെന്റ് പോളിസിയായി സ്റ്റേറ്റ് പോളിസിയായി മാറി കഴിയുമ്പോൾ അത് നടപ്പിലാക്കാൻ തന്നെയാണ് നമുക്ക് ബാധ്യത. അതുകൊണ്ട് മന്ത്രി പറയുന്നത് എല്ലാം മോശമാണെന്നൊരു വ്യക്തിയുടെ അഭിപ്രായമില്ല. മന്ത്രിമാര് പറയുന്നതിനകത്ത് തെറ്റായ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷെ സ്റ്റേറ്റ് പോളിസി നടപ്പിലാക്കാൻ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ മിനിസ്റ്റേഴ്സിന്റെ ഗൈഡൻസും മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശവും ഉണ്ടാവും. അതൊരു ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. ബ്യൂറോക്രസിയെ കയറൂരി വിടാൻ സാധ്യമല്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ലിസൺ ചെയ്യുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമല്ല. പക്ഷെ അവർ തെറ്റായ കാര്യം പറഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് ബ്യൂറോക്രസിക്ക് അറിയുകയും ചെയ്യും. വളരെ കാലിക പ്രാധാന്യമുള്ളതും നമ്മുടെ ഭാവിയിലെ ഭരണനിർവഹണ പ്രക്രിയയെ വളരെ അനുകൂലമായി, വളരെ ക്രിയാത്മകമായി ബാധിക്കാൻ സാധ്യതയുള്ളതുമായ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പ്രധാനപ്പെട്ട വെബിനാർ സാധ്യമാക്കിയത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ സ്റ്റാർ പൈപ്സ് ആണ് ആയോജകർ എന്നുള്ളതിലേക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും, ഇത് ദൂരെ ഇരുന്ന് കേട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ നമുക്ക് സമയമില്ല. പക്ഷേ ചോദ്യങ്ങളൊന്നും തന്നെ വിഫലമായി പോവുകയില്ല എന്നും നമ്മൾ ഇന്ന് രാവിലെ 2 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിച്ചത് കേരളത്തിന്റെ ഭരണ നിർവഹണത്തിൽ ചില ആശാകിരണങ്ങൾ, ചില പ്രകാശകിരണങ്ങളായി രൂപാന്തരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. താങ്ക് യു വൺസ് ഫോർ ഓൾ, എവരിബഡി വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്.